Hello dear students, here we are again with our play Kelu. നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരാം. സോ പേജ് നമ്പർ 48 എടുക്കുക. It would be best if you make dark contradiction the mold for your play, ബാലകൃഷ്ണൻ. സോ അതുകൊണ്ടല്ലേ ബാലകൃഷ്ണൻ നീ എന്തു ചെയ്യൂ, ആ ഒരു അല്ലേ ഞാൻ ഇത് രണ്ടും ചേർന്നതാണ് ഞാൻ. സോ അതുകൊണ്ട് അങ്ങനെയുള്ള എന്നെ എന്ത് ചെയ്യൂ, നാടകത്തിലൂടെ അവതരിപ്പിക്കൂ. ദ റെസ്റ്റ് ഈസ് ദർ ഇൻ ഹിസ്റ്ററി ആഫ്റ്റർ ഓൾ. അല്ലെ, ബാക്കിയുള്ളതൊക്കെയും ചരിത്രത്തിൽ അവശേഷിക്കുന്നുണ്ടല്ലോ അല്ലെ. സോ എന്ത് ചെയ്യൂ, രണ്ട് രീതിയിലുള്ള എന്നെ പ്രസന്റ് ചെയ്യൂ എന്നാണ് ഇവിടെ കേളു പറയുന്നത്. സോ ബാലകൃഷ്ണൻ, I too long to write more or less along those lines. സോ ഞാനും അങ്ങനെ ഒരു ചിത്രം വരക്കാനാണ് ശ്രമിക്കുന്നത്. കേളുവിന്റെ അങ്ങനെ ഒരു നാടകം, കേളുവിനെ പറ്റി എഴുതാനാണ് ഞാൻ ശ്രമിക്കുന്നത്. Mine will not be a historical play. സോ ബട്ട് എന്റേത് ഹിസ്റ്റോറിക്കൽ പ്ലേ അല്ല കാരണം ഹിസ്റ്ററി ഒക്കെ ചരിത്രമൊക്കെ ചരിത്രത്തില് ഓൾറെഡി ഉണ്ട് പിന്നെ നമ്മൾ എന്തിന് ഹിസ്റ്റോറിക്കൽ പ്ലേ ഉണ്ടാക്കണം എന്നുള്ളതാണ്. സോ വ്യക്തിയുടെ ലൈഫും ആ ഒരു എന്താ പറയാ കോൺഫ്ലിക്റ്റും ഒക്കെയും കാണിക്കുന്ന രീതിയിലുള്ള വേറൊരു പ്ലേ ഉണ്ടാക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. Mine will not be a historical play, but neither will it keep history out. പക്ഷെ ഹിസ്റ്ററി മുഴുവനായിട്ട് ഒഴിവാക്കിയിട്ടും അങ്ങനെ ഒരു ചിത്രീകരണം നടക്കില്ല. സോ ഇത് കുറെ ഹിസ്റ്ററി ഉണ്ട് എന്നാൽ അതൊരു മുഴുവനായിട്ടും വെറും ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേ ആയിരിക്കുകയും ഇല്ല ഞാൻ അങ്ങനെ ഒരു പ്ലേ എഴുതി കഴിഞ്ഞു. കേളു, ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വിദ്വാൻ പി കേളു നായർ ആൻഡ് കേളു. ബാലകൃഷ്ണൻ, യു attempted to measure it 70 years this side. I collapsed the moment I began to measure. സോ എന്താണ് കേളു നായർ എന്നുള്ള ഒരു വ്യക്തിയും കേളു എന്ന് പറയുന്ന കുടുംബസ്ഥനും പിന്നെ കേളു നായർ എന്ന് പറയുന്ന ആ ഒരു സാമൂഹ്യ പരിഷ്കർത്താവും ഇങ്ങനെയുള്ള വ്യത്യസ്തമായ തലങ്ങളിലുള്ള എന്നെ നിങ്ങൾ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണല്ലോ ഈ 70 വർഷത്തിന് ശേഷം. സോ ഞാനല്ലേ പണ്ട് എന്നെ അങ്ങനെ കാണാൻ ശ്രമിച്ചപ്പോ എനിക്ക് എന്റെ വ്യക്തി ജീവിതത്തെ സാമൂഹിക ജീവിതത്തിൽ നിന്നും മാറ്റി എന്നെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. അങ്ങനെയല്ലേ നോക്കിക്കാണാനായിട്ട് നിർബന്ധിതനാക്കപ്പെട്ട സമയത്ത് എനിക്ക് ഭയങ്കര പ്രഷറായി ഞാൻ അങ്ങനെ സൂയിസൈഡ് ചെയ്തു. സോ അതാണ് ഇവിടെ പറയുന്നത്. ഐ കൊളാപ്സ്ഡ് ദ മൊമെന്റ് ഐ ബിഗാൻ ടു മെഷർ. സോ നിങ്ങൾ എന്നെ പഴയ എന്നെ നിങ്ങൾ അളക്കാൻ ശ്രമിക്കുകയാണ്. ഞാനല്ലേ പണ്ട് എന്നെ അളക്കാൻ ശ്രമിച്ചപ്പോ എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. കൊളാപ്സ്ഡ് പറഞ്ഞാൽ തകർന്നടിയുക എന്നുള്ളതാണ്. സോ ഞാൻ തകർന്നടിഞ്ഞു പോയി. ബാലകൃഷ്ണൻ, നൗ ദാറ്റ് യു ലുക്ക് ബാക്ക്, ഡു യു റിഗ്രറ്റ് ഇറ്റ്? സോ ഇപ്പൊ നിങ്ങളല്ലേ പഴയത് നിങ്ങൾ കൊളാപ്സ് ചെയ്തത്, അതായത് നിങ്ങളെ സൂയിസൈഡ് ചെയ്തതൊക്കെയും തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് റിഗ്രറ്റ് തോന്നുന്നുണ്ടോ എന്ന് ബാലകൃഷ്ണൻ ചോദിക്കാം. അപ്പൊ കേളു എന്ന് പറയാണ്, നോട്ട് ഇൻ ദ ലീസ്റ്റ്. ഒരു നുള്ളു പോലും അങ്ങനെ തോന്നുന്നില്ല. ഐ ഹാഡ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഫുൾഫില്ലിംഗ് മൈ ലൈഫ് പർപ്പസ് ത്രൂ മൈ ആക്ഷൻസ്. എനിക്കല്ലേ എന്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ ഞാൻ എന്റെ പ്രവൃത്തികളിലൂടെ ചെയ്തിട്ടുണ്ട് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. ആ ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. The role I played, the songs I sang, none of them were for my pleasure alone. സോ എന്റെ സന്തോഷത്തിന് വേണ്ടിയല്ല ഞാൻ അതൊന്നും ചെയ്തത് അതൊക്കെയും സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. A coronation is always for the country, not for the king. സോ ഒരു കിങ്ങിനെ പോലെയായിരുന്നു ഞാൻ. സ്വയം ഞാൻ എന്റെ നാട്ടുകാരുടെ എന്റെ ദേശത്തിന്റെ വേദന ഏറ്റെടുത്തു. സോ ഒരു രാജാവാകുന്നത് സ്വയം നന്മ വരുത്താൻ വേണ്ടിയല്ല ദേശത്തെ സേവിക്കാൻ വേണ്ടിയാണ്. ബാലകൃഷ്ണൻ, then why on that cursed night in Madam, what happened that you forgot yourself, forgot your home, your land, embraced death? പിന്നെയും അപ്പൊ ബാലകൃഷ്ണൻ ചോദിക്കുന്നത്, then why on that cursed night in Madam,
സോ മേടമാസത്തിലെ അല്ലെ ആ ഒരു നശിച്ച രാത്രി അല്ലെ പിന്നെ എന്തിന് നിങ്ങൾ സൂയിസൈഡ് ചെയ്തു എന്നുള്ളതാണ്. സോ മേടമാസം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് മാസം ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയാണ് വരിക. സോ അദ്ദേഹം ചോദിക്കുകയാണ് അല്ലെ, മേടമാസത്തിൽ എന്തിന് നിങ്ങൾ സൂയിസൈഡ് ചെയ്തു? വാട്ട് ഹാപ്പൻഡ് ദാറ്റ് വാസ് യു ഫൊർഗോട്ട് യുവർ സെൽഫ് അല്ലെ, എന്ത് സംഭവിച്ചു? നിങ്ങൾ സ്വയം മറന്നു അല്ലെ, നിങ്ങളുടെ വീട് മറന്നു, നിങ്ങളുടെ മണ്ണ് അല്ലെ, നിങ്ങൾ പൊരുതാൻ നിങ്ങളല്ലേ ആർക്ക് വേണ്ടി പൊരുതിയോ അല്ലെ ആ ഒരു ദേശത്തിനെ പോലും നിങ്ങൾ മറന്നു എന്നുള്ളതാണ് അല്ലെ. എല്ലാം മറന്ന് നിങ്ങൾ മരണത്തെ അല്ലെ സ്വയം സ്വീകരിച്ചു. ഇംബ്രേസ്ഡ് പറഞ്ഞാൽ പുണരുക അല്ലെ, സ്വയം വരിക്കുക എന്നുള്ളതാണ്, സ്വീകരിക്കുക. സോ ആ ഒരു സ്ട്രഗിൾ അല്ലെ, വ്യക്തിയുടെ സ്ട്രഗിൾ അത് ഇത് ഇത്ര പറഞ്ഞപ്പോഴല്ലേ എന്താണ് കേളു നായർ ഡിസപ്പിയേഴ്സ്. കേളു അതിന് മറുപടി പറയുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. കാരണം ആ ഒരു ആന്തരിക സംഘർഷം അല്ലെ ആർക്കും മനസ്സിലാവില്ല എന്നുള്ളത് കൊണ്ടാവാം അല്ലെ അദ്ദേഹം ഒന്നും മറുപടി പറയാതെ പോവാണ്. കാരണം ഒരു ഗൃഹനാഥൻ അല്ലെ, അച്ഛൻ, ഒരു ഭർത്താവ് എന്നുള്ള ഡ്യൂട്ടി ഒക്കെയും മറന്നല്ലേ ഒരു ഭൂമിക്ക് അതായത് സ്വന്തം നാടിന് വേണ്ടി വർക്ക് ചെയ്യേണ്ടി വരുമ്പോ അല്ലെ സ്വന്തം ഭാര്യക്കും മകനും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയും എത്ര നാൾ കണ്ടില്ലെന്ന് നടിക്കുമെന്നുള്ള ഇതുകൊണ്ടാണ് അല്ലെ അദ്ദേഹം എന്ത് ചെയ്തത്? സൂയിസൈഡ് ചെയ്തത്. സോ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് കേളു നായർ ഡിസപ്പിയേഴ്സ് അല്ലെ, അവിടെ നിന്ന് പോവാണ്. ത്രൂ ദ ബാക്ക് കർട്ടൻ, നോട്ട് ആൻസറിങ്, യെറ്റ് വിസിബിളി അപ്സെറ്റ് ബൈ ദ ക്വസ്റ്റ്യൻ. ഉത്തരം പറയുന്നില്ല എങ്കിലും അല്ലെ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നും വ്യക്തമാണ് എന്ത്, അദ്ദേഹം ആ ചോദ്യം കൊണ്ട് വിഷമിതനാണ് എന്നുള്ളത് അല്ലെ. ബാലകൃഷ്ണന്റെ ഈ ഒരു ചോദ്യമല്ല അദ്ദേഹത്തെ വിഷമിതനാക്കി എന്നുള്ളത് ക്ലിയർ ആണ്. സോ ബാലകൃഷ്ണൻ പിന്നെയും തനിച്ച് ഇരിക്കുകയാണ് മുറിയില്. ബാലകൃഷ്ണൻ സിറ്റ്സ് ഡൗൺ. ദ ഫ്രീഡം സ്ട്രഗിൾ, ഹിസ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ദാറ്റ് ഹാഡ് ദ പവർ ഓഫ് ഫയർ. സോ ആ ഒരു ഫ്രീഡം സ്ട്രഗിൾ അല്ലെ, അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ആ ഒരു അഗ്നിയൊക്കെ ഉണ്ടായിരുന്നു അല്ലെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ. സോ അത് പറയുമ്പോൾ വെളിച്ചം മങ്ങുകയാണ്. സോ ബാലകൃഷ്ണന്റെ മേലെ അല്ലെ അതുവരെ ഉണ്ടായിരുന്ന സ്റ്റേജ് വെളിച്ചം മങ്ങുന്നു. ലൈറ്റ്സ് കം ഓൺ ഇൻ ബാലകൃഷ്ണൻ നമ്പ്യാർസ് സ്റ്റഡി. പിന്നെ അല്ലെ എന്താണ് പിന്നെയും ലൈറ്റ് വരികയാണ്. ഹി ലുക്സ് മോർ അജിറ്റേറ്റഡ് ദാൻ ബിഫോർ. പക്ഷെ ഇപ്പൊ എന്താണ് അത് എന്താണ് ഇത് ഈ ഒരു ഷിഫ്റ്റ് കാണിക്കുന്നത്? അതായത് കുറെ സമയം കടന്നുപോയി, ബാലകൃഷ്ണൻ പിന്നെയും എഴുതിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. സോ കുറെ സമയം കടന്നുപോയി അല്ല, പിന്നെയും ബാലകൃഷ്ണൻ എഴുതിക്കൊണ്ടിരുന്നു. അദ്ദേഹം കൂടുതൽ അജിറ്റേറ്റഡ് ആണ് അല്ല, അജിറ്റേറ്റഡ് പറഞ്ഞാൽ ഡിസ്റ്റർബ്ഡ് ആണ്. ഇപ്പൊ അല്ലെ കൂടുതൽ ഡിസ്റ്റർബ്ഡ് ആയിട്ട് കാണപ്പെടുകയാണ് അല്ലെ. ബാലകൃഷ്ണൻ സ്വയം പറയുകയാണ് ടു ഹിംസെൽഫ്, കേളു നായർ ഈസ് നോ വൺ ടു മീ അല്ലെ, കേളു നായർ എനിക്ക് ആരുമല്ല അല്ലെ. neither was he some extraordinary being. അദ്ദേഹം ഒരു അമാനുഷികനായ കഥാപാത്രമൊന്നും അല്ല അല്ലെ. സ്വന്തം നാടിന് വേണ്ടി പോരാടിയ അല്ലെ മജ്ജയും മാംസവും ഒക്കെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ് അദ്ദേഹം. Yet that life is turning into a crisis I cannot overcome. എങ്കിലും അല്ലെ എനിക്ക് അത് പറ്റുന്നില്ല അല്ലെ എഴുതി ഫലിപ്പിച്ച് ഒരു ഓർഡിനറി മാൻ ആയിട്ട് കേളുവിനെ അവതരിപ്പിക്കാൻ. സോ ആ ഒരു ജീവിതമല്ല എന്തായിട്ട് മാറുകയാണ്? ടേണിങ് ഇൻ ടു എ ക്രൈസിസ്, ഒരു പ്രതിസന്ധി അല്ലെ ആയിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഐ കനോട്ട് ഓവർകം അല്ലെ, എനിക്ക് മറികടക്കാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി ആയിട്ട് അതിങ്ങനെ കിടക്കുകയാണ്. വിൽ ഐ ഹാവ് ടു ഗിവ് അപ്പ് ദിസ് റൈറ്റിംഗ് ഹാഫ് വേ? സോ അല്ലെ ഇങ്ങനെ പോയാൽ ഞാൻ ഈ എഴുത്ത് പാതി വഴിയിൽ നിർത്തേണ്ടി വരുമോ? എ ഫെയിൽഡ് പ്ലേ റൈറ്റ് ടു റൈറ്റ് അബൌട്ട് എ സക്സസ്ഫുൾ വൺ. സോ ഒരു അല്ലെ എന്താണ് വിജയിയായ ഒരാളെ പറ്റി എഴുതാൻ എഴുതുന്നതിൽ പരാജയപ്പെട്ട ഒരു നാടകകൃത്തായിട്ടല്ലേ ഞാൻ മാറുമോ എന്നുള്ളതാണ്. വിൽ ദിസ് ബി ദ ഓണർ വെയിറ്റിംഗ് മീ? സോ ഇതായിരിക്കുമോ നാളെ എന്നെ കാത്തിരിക്കുന്ന ആളുകൾക്കിടയിലുള്ള അഭിപ്രായം അല്ലെ? കേളുവിനെ പറ്റി, അതായത് ഫേമസ് ആയിട്ടുള്ള അല്ലെ കേളുവിനെ പറ്റി കഥ എഴുതുന്നതിൽ അല്ലെ നാടകം എഴുതുന്നതിൽ പരാജയപ്പെട്ട ഒരു നാടകകൃത്ത് എന്ന് ലോകം എന്നെ വിളിക്കുമോ എന്നാണ് സ്വയം ചോദിക്കുന്നത്. ഇറ്റ് ഈസ് ആസ് ദോ സം ഗുരുസ് കേഴ്സ് ഈസ് അപ്പോൺ മീ അല്ലെ, എന്തോ എനിക്ക് തോന്നുകയാണ് അല്ലെ എൻ്റെ പൂർവികരുടെ അതായത് എൻ്റെ ഗുരുവിൻ്റെ എൻ്റെ അല്ലെ അധ്യാപകന്റെ എന്തോ ഒരു ശാപം എനിക്ക്
കിട്ടിയിട്ടുള്ളത് പോലെ തോന്നാണ്. അതുകൊണ്ടായിരിക്കാം അല്ലെ എനിക്കൊരു പക്ഷെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. അല്ലെ എനിക്ക് തോന്നുന്നില്ല ഇത് പറ്റുമെന്ന്. ലൈറ്റ്സ് ഡിം, വെളിച്ചം മങ്ങുകയാണ്, സ്റ്റേജിലെ വെളിച്ചം. എ മ്യൂട്ടഡ് rendering of lines from P. Kunyiraman Nayar's കളിയച്ചൻ can be heard in the background. സോ ഇനിയല്ലേ എന്താണ് നമ്മൾ പറഞ്ഞു, ഒരു റിയലിസ്റ്റിക് ഡ്രാമ മുഴുവനായിട്ടും ഇതൊരു റിയലിസ്റ്റിക് ഡ്രാമയല്ല, അബ്സേർഡിസം വരുന്നുണ്ട് അല്ലെ, ഒരു ഡ്രീം സീക്വൻസ് പോലെ, സ്വപ്നത്തിൽ എന്ന പോലെ ക്യാരക്ടേഴ്സ് മരിച്ചവരൊക്കെയും സ്റ്റേജിൽ വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് അല്ലെ, അങ്ങനെ ബാലകൃഷ്ണൻ നായർക്ക് തോന്നുന്നുണ്ട് അല്ലെ, അവർ നേരിട്ട് വന്ന് സംസാരിക്കുന്നതായിട്ടൊക്കെ തോന്നുന്നുണ്ട്. സോ ഇനി വെളിച്ചം മങ്ങി, വെളിച്ചം പിന്നെ വരുമ്പോൾ എന്താണ് കാണുന്നത്? പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ചൻ എന്ന് പറയുന്ന ഒരു കവിത അല്ലെ, അതിലെ വരികള് കേൾക്കാം സ്റ്റേജിൽ. പി കുഞ്ഞിരാമൻ നായർ കേളുവിന്റെ സമകാലികനായിരുന്നു. പി കുഞ്ഞിരാമൻ നായരും കേളുവും ഒക്കെ ഒരുമിച്ച് അല്ലെ എന്താണ് ഒരേ പ്ലേസിൽ വളർന്നവരാണ് അല്ലെ, ഒരുമിച്ച് കളിച്ചൊക്കെ വളർന്നവരാണ്. പി കുഞ്ഞിരാമൻ നായർ എന്ന് പറയുന്ന ആള് അല്ലെ നമുക്കറിയാം മലയാളത്തിലൊരു ഫേമസ് കവിയാണ്. സോ അദ്ദേഹത്തിന്റെ കളിയച്ചനിലെ ലൈനാണ് സ്റ്റേജിൽ ഇപ്പോൾ കേൾക്കുന്നത്. Never can I join my troop again, never act again in tune with them. Bitter now the charming smiling roles I did, my memories ravaged by my guru's fierce curse. സോ ബാലകൃഷ്ണൻ അല്ലേ സ്വയം ചോദിച്ചു, എന്റെ ഗുരുവിന്റെ ശാപമാണോ എനിക്ക് കിട്ടിയത് എന്ന്. അപ്പോഴല്ലേ അതേ അർത്ഥം വരുന്ന ഒരു കവിത അല്ലെ പി കുഞ്ഞിരാമൻ നായരുടെ കവിത ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുകയാണ്. എന്താണ്? നെവർ ക്യാൻ ഐ ജോയിൻ മൈ ട്രൂപ്പ് അഗെയിൻ. എന്റെ ഗ്രൂപ്പിൽ ഇനിയും ജോയിൻ ചെയ്യാൻ എനിക്ക് പറ്റില്ല. നെവർ ആക്ട് അഗെയിൻ ഇൻ ട്യൂൺ വിത്ത് ദം. സോ അവരുടെ കൂടെ അല്ലെ അവരോടൊത്ത് പ്രവർത്തിക്കാൻ അല്ലെ വർക്ക് ചെയ്യാൻ എനിക്കിനി പറ്റില്ല. ബിറ്റർ നാവ് അല്ലെ ഇപ്പോഴെല്ലാം കഴിഞ്ഞു പോയിരിക്കുകയാണ്. ദ ചാമിങ് സ്മൈലിംഗ് റോൾസ് ഐ ഡിഡ്, എല്ലാം അല്ലെ എന്താണ് ഇപ്പോ കൈപ്പുള്ളതായി മാറിയിരിക്കുകയാണ്. ബിറ്റർ അല്ലെ ആ ഒരു മനോഹരമായ ദിവസങ്ങളൊക്കെയും പുഞ്ചിരിയുടെ ദിനങ്ങളൊക്കെയും മാഞ്ഞുപോയി. മൈ മെമ്മറീസ് റാവേജ്ഡ് ബൈ മൈ ഗുരുസ് ഫിയേഴ്സ് കർസ്. എന്റെ അല്ലെ ഓർമ്മകളൊക്കെയും റാവേജ്ഡ് പറഞ്ഞാൽ ഡിവാസ്റ്റേറ്റഡ്, സിവിയർലി ഡാമേജ് അല്ലെ അങ്ങേയറ്റം ക്ഷയം ബാധിച്ചിരിക്കുകയാണ്. എന്റെ ഓർമ്മയ്ക്ക് അല്ലെ എന്റെ ഓർമ്മകൾക്ക് ക്ഷയം ബാധിച്ചു. എന്തു കാരണം? എന്റെ ഗുരുവിന്റെ ശാപം കാരണം. ഫിയേഴ്സ് പറഞ്ഞാല് തീഷ്ണമായ അല്ലെ അങ്ങേയറ്റത്തെ തീഷ്ണമായ ഉഗ്രകോപം മൂലമുള്ള ശാപം കാരണം എന്നാണ് ഉദ്ദേശിച്ചത്. സോ ഇത്രയും കേട്ട ശേഷം എല്ലാവരും വരികയാണ്. പി കുഞ്ഞിരാമൻ നായർ അപ്പിയേഴ്സ്. പി എന്ന് പറഞ്ഞാൽ പനയൻ തിട്ട എന്നാണ് ഉദ്ദേശിക്കുന്നത്. പനയൻ തിട്ട കുഞ്ഞിരാമൻ നായർ എന്നാണ് ഫുൾ പേര്. സോ പി കുഞ്ഞിരാമൻ നായർ ഇനി സ്റ്റേജിലോട്ട് വരികയാണ്. ഹീസ് 72 years ഓഫ് ഏജ്. സോ അദ്ദേഹം എവിടെയാണ് ജനിക്കുന്നത്? വെള്ളിക്കോത്താണ്, അതായത് കാഞ്ഞങ്ങാട് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലാണ് ജനിക്കുന്നത്. സോ അദ്ദേഹം അല്ലെ 72 വയസ്സാണ് അദ്ദേഹത്തിന് ഉള്ളത്. വിച്ച് ഹി വാസ് in 1978, the year of his death. സോ അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് 72 വയസ്സായിരുന്നു. സോ ആ ഒരു വയസ്സിലുള്ള കുഞ്ഞിരാമൻ നായരാണ് സ്റ്റേജിലോട്ട് വരുന്നത്. ഹി ബിഗിൻസ് ടു സ്പീക്ക് ഫ്രം ബാക്ക് സ്റ്റേജ്. അദ്ദേഹം അല്ലെ ഇനി ബാക്ക് സ്റ്റേജിൽ നിന്നും സംസാരിക്കാൻ തുടങ്ങാണ്. സോ പോയറ്റ് ആരാണ് ഇവിടെ? പോയറ്റ് പി കുഞ്ഞിരാമൻ നായർ. What's this, Balakrishnan? Haven't you finished writing the play yet? സോ അപ്പോ പി കുഞ്ഞിരാമൻ നായർ ചോദിക്കാൻ, എന്താ ബാലകൃഷ്ണ നീ ഇനിയുമല്ലേ ഈ ഒരു പ്ലേ എഴുതി കഴിഞ്ഞില്ലേ? അപ്പൊ ബാലകൃഷ്ണൻ പറയാനുണ്ട്, ലുക്സ് സ്റ്റൺഡ് at seeing the poet, then greets him with palms joined together. മഹാകവി, ഗ്രേറ്റ് പോയറ്റ്. സോ ബാലകൃഷ്ണൻ അല്ലേ ഇത് കേട്ട് പെട്ടെന്ന് എന്തായിപ്പോയി? സ്റ്റൺഡ് ആയിപ്പോ അല്ലെ, അന്തം വിട്ടുപോയി. then greets him with palms joined together. പിന്നെ കൈ കൂപ്പിക്കൊണ്ടല്ലേ പറയാണെന്ത്, ഓ മഹാകവി അങ്ങാണോ ഇത് അല്ലെ എന്നുള്ളതാണ്.
സോ ഇവിടെ അല്ലെ നമ്മൾ കാണുകയാണ് ബാലകൃഷ്ണൻ എഴുതുമ്പോൾ അല്ലെ കുറച്ച് ആൾക്കാർ അദ്ദേഹത്തിന്റെ ഓർമ്മയിലോട്ട് ഇങ്ങനെ വരികയാണ്. സോ ഇതേ ടെക്നിക്ക് നമുക്ക് അതായത് പല ആൾക്കാർ ഇങ്ങനെ വന്ന് സംസാരിക്കുകയാണ്, എന്തോ ഒരു കാര്യം അല്ലെ ചെയ്യാനായിട്ട് അയാളുടെ ഉള്ളിലെ സംശയം, അതായത് ബാലകൃഷ്ണന്റെ ഉള്ളിലെ സംശയം അല്ലെ ഒക്കെ മാറ്റി അദ്ദേഹത്തിന് ഉണർവ് പകരാനായിട്ട് വരുന്ന രീതിയിലാണ് അല്ലെ പല ക്യാരക്ടറും വരുന്നത്. സോ ഇതേ ടെക്നിക്ക് നമുക്ക് T.S. എലിയറ്റിന്റെ ഡ്രാമയായ മർഡർ ഇൻ ദ കത്തീഡ്രൽ എന്ന് പറയുന്ന ഡ്രാമയിൽ കാണാം. അവിടെ ടെംപ്റ്റേഴ്സും ഒക്കെ വരുന്നുണ്ട്. അതായത് ഇതേപോലെ ഒരു ക്യാരക്ടർ ഇങ്ങനെ അല്ലെ ഓൺ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഓർമ്മയിൽ എന്ന പോലെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പലരും വന്ന് അദ്ദേഹത്തിന് പറയും, പലതും സംസാരിച്ച് അദ്ദേഹത്തെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടെക്നിക്ക്. അതേ ടെക്നിക്ക് T.S. എലിയറ്റിന്റെ മർഡർ ഇൻ ദ കത്തീഡ്രലിൽ നമുക്ക് കാണാം. സോ ഇവിടെ നോക്ക് അല്ലെ, അദ്ദേഹം മഹാകവി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പോയറ്റ് നമ്മുടെ P. കുഞ്ഞിരാമൻ നായർ എന്ത് പറയാണ്? യു നീഡിന്റ് ബി ബിവിൽഡേർഡ് ബാലകൃഷ്ണൻ. അല്ലെ ബാലകൃഷ്ണൻ നീ ഇങ്ങനെ അല്ലെ ബിവിൽഡേർഡ് പറഞ്ഞാൽ അന്തം വിടുക അല്ലെ, അമ്പരന്ന് നിൽക്കേണ്ട കാര്യമില്ല. Though you have not desired it, I felt I should enter this play about കേളുവേട്ടൻ. സോ നിങ്ങൾക്ക് അല്ലെ ബാലകൃഷ്ണൻ എന്നെ ഈ നാടകത്തിലല്ലേ എനിക്കൊരു റോള് തരണം എന്ന് വിചാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. ബട്ട് P. കുഞ്ഞിരാമൻ നായർ അല്ലെ എന്ന് പറയുന്ന ഞാൻ കേളുവുമായിട്ട് ഒരുപാട് അടുപ്പമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് അല്ലെ എന്താണ് ഈ നാടകത്തിൽ ഒരു റോൾ എനിക്ക് വേണം എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ മെറ്റാ തിയേറ്ററിക്കാലിറ്റി അല്ലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പ്ലേ വിത്തിനെ പ്ലേ ആണ് ഇവിടെ അല്ലെ, നാടകത്തിനുള്ളിൽ ഒരു നാടകം, വേറൊരു നാടകം. ഒരു ബാലകൃഷ്ണൻ എന്ത് പറയാണ്? സോ P. കുഞ്ഞിരാമൻ നായർ എന്ത് ആഗ്രഹമാണ് പറഞ്ഞത് അല്ലെ, എനിക്ക് എന്തായാലും എന്ത് വേണം, ഐ വാണ്ട് എ റോൾ ഇൻ ദിസ് പ്ലേ. സോ ബാലകൃഷ്ണൻ പറയാണ് നോട്ട് ഡിസയർ, ഞാനല്ലേ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഐ ഡിഡ് ഡിസയർ ഇറ്റ്, പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടല്ലേ നിങ്ങൾ P. കുഞ്ഞിരാമൻ നായരെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന്. ബട്ട് ഐ ഡിഡ് നോട്ട് നോ ഹൗ ടു ബ്രിങ് യു ഇൻ ടു ഇറ്റ്, പക്ഷെ എനിക്കറിയില്ല അല്ലെ ഈ നാടകത്തിൽ നിങ്ങളെ എങ്ങനെയാണ് അല്ലെ ഞാൻ നിങ്ങൾക്കൊരു റോള് തരിക, എങ്ങനെ അല്ലെ ഏത് റോളിൽ നിങ്ങളെ ഇതിലോട്ട് കൊണ്ടുവരും എന്നുള്ളതാണ്. പോയറ്റ് I have won several titles, ഭക്തകവി, മഹാകവി and so on. ഞാനല്ലേ ഒരുപാട് ടൈറ്റിൽസ് ജീവിതത്തിൽ ഒരുപാട് അല്ലെ പേരുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഭക്തകവി അല്ലെ, മഹാകവി, അങ്ങനെ ഒരുപാട് പേര്. ബട്ട് ഇറ്റ് വാസ് ഹിയർ ഇൻ ദിസ് സോയിൽ ദാറ്റ് മൈ ഫുഡ് സ്റ്റെപ്സ് were still left their imprint in this soil that കേളുവേട്ടൻ had plowed and made fertile. പക്ഷേ അല്ലേ ഇതിനൊക്കെയും മുമ്പ് അല്ലെ ഞാൻ വെറും ഒരു മനുഷ്യനായിരുന്ന സമയത്തല്ലേ ഞാൻ ഓടി നടന്ന് വളർന്ന മണ്ണാണിത്. സോ ഈ സോയിലാണ് എൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞത് അല്ലെ. എങ്ങനെയുള്ള സോയില്? കേളുവേട്ടൻ ഉഴുതുമറിച്ച് അല്ലെ ഫലവത്താക്കിയ ഈ ഒരു ഭൂമിയിൽ. സോ പ്ലോവ്ഡ് പറഞ്ഞാൽ ഉഴുതുമറിക്കുക അല്ലെ, ഫെർട്ടൈൽ പറഞ്ഞാലോ ഫലവത്താക്കുക, അതായത് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുക അല്ലെ, ഉഴുതുമറിച്ചിട്ട് കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റുക. സോ അല്ലെ കേളുവേട്ടൻ ഉഴുതുമറിച്ച മണ്ണിലാണ് അല്ലെ ഞാൻ നടന്ന് വളർന്ന് അല്ലെ ഒരു മരമായിട്ട്, ഒരു കവിയായിട്ട് അല്ലെ കവിതകൾ പാടി ലോകത്തെ രസിപ്പിച്ചത്. ബാലകൃഷ്ണൻ I have read about it in your autobiography, കവിയുടെ കാൽപ്പാടുകൾ. സോ ബാലകൃഷ്ണൻ പറയാണ് അല്ലെ P. കുഞ്ഞിരാമൻ നായരുടെ ഓട്ടോബയോഗ്രാഫിയാണ് ഏത്? കവിയുടെ കാൽപ്പാടുകൾ. സോ അതിലല്ലേ നിങ്ങൾ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോ നമ്മുടെ കുഞ്ഞിരാമൻ നായർ എന്ന് പറയാണ് Balakrishnan, you are the one who studied Keluvettan's life in depth and wrote about him. നിങ്ങളാണല്ലേ ബാലകൃഷ്ണ, നിങ്ങളല്ലേ കേളുവേട്ടനെ പറ്റി ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ആഴത്തിൽ അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ട്. When you have all that knowledge, what is it that comes in the way and prevents you from completing the play? ഇങ്ങനെ അല്ലെ ഇത്രയും പഠിച്ചിട്ടും പിന്നെ എന്ത് കാര്യമാണ് അല്ലെ നിങ്ങൾക്ക് ഈ ഒരു പ്ലേ മുന്നോട്ട് എഴുതാൻ തടസ്സമാവുന്നത് എന്നാണ് ചോദിക്കുന്നത് ബാലകൃഷ്ണൻ. Perhaps it is that knowledge that comes in the way. ഒരുപക്ഷെ അല്ലെ ഇതൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് കൺഫ്യൂഷൻ തോന്നുന്നത് അല്ലെ, ഒരുപാട് അറിയുന്നതും ചിലപ്പോ നമുക്ക് പ്രയാസമായിട്ട് തോന്നും.
ദർ ഈസ് എ കേളുനായർ ബിയോണ്ട് ദ കേളുനായർ ഐ ന്യൂ. കാരണം എനിക്ക് അറിയുന്ന കേളുനായർക്ക് അപ്പുറത്തൊരു കേളുനായരുണ്ട് അല്ലെ. കാരണം കേളുനായർ എന്തിനും മരിച്ചു എന്നുള്ളത് എനിക്കിപ്പോഴും വ്യക്തമല്ല. അതാണ് ഈ ഒരു ബാലകൃഷ്ണനെ ഒരുപാട് കൺഫ്യൂഷൻ ആക്കുന്നത്. കാരണം ഇത്രയും ധീരനായ ഒരു കേളുനായരെ അറിയാം, ബട്ട് ആ ഒരു മരണത്തിന് മുമ്പിൽ ഭീരുവായി നിന്ന കേളുനായരെ എനിക്കറിയില്ല. അത് എന്താണ്, അതിനുള്ള ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ അതായിരിക്കാം അല്ലെ ബാലകൃഷ്ണനെ കൺഫ്യൂഷൻ ആക്കുന്നത്. There is a life beyond the life I recorded in the biography. സോ എനിക്കല്ലേ ഞാൻ റെക്കോർഡ് ചെയ്ത ബയോഗ്രാഫി അപ്പുറത്ത് അല്ലെ ഒരു ജീവിതം അദ്ദേഹത്തിന് ഉണ്ട്. സോ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതം അല്ലെ, അദ്ദേഹത്തിന് ഒരു കുറെ കഴിഞ്ഞപ്പോൾ അല്ലെ ശ്വാസം മുട്ടൽ തോന്നിയ ആ ഒരു കുടുംബ ജീവിതം അല്ലെ, ദാറ്റ് ലൈഫ് കനോട്ട് ബി കൺഫൈൻഡ് ടു മൈ ഗ്രാസ്പ്. ഗ്രാസ്പ് പറഞ്ഞാൽ എൻ്റെ കേപ്പബിലിറ്റി അല്ലെ, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്നുള്ളതാണ്. സോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന് അപ്പുറത്താണ് ആ ഒരു കാര്യം അല്ലെ, കേളുവിന്റെ വ്യക്തി ജീവിതം അല്ലെ എന്ത് എന്നുള്ളത് നമുക്ക് ആർക്കും വ്യക്തമായിട്ട് അറിയില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ പി കുഞ്ഞിരാമൻ നായർ എന്താ പറയുന്നത്? എനിവേ എ പ്ലേ ഇസ് നോട്ട് മെന്റ് ടു ഷ്രിങ്ക് എ ലൈഫ് ഇൻ ടു എ ഗ്രാസ്പ്. അല്ല, ഒരു പ്ലേ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി മാത്രം എന്നുള്ള ഇതിലേക്ക് അല്ലെ ഒതുക്കുന്ന ഒരു കാര്യമല്ല. സോ ഒരു പ്ലേ എന്ന് പറയുന്നതല്ലേ കുറച്ച് കാര്യങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, അതല്ല ഒരുപാട് തലങ്ങളിൽ പിന്നെ വ്യാപിച്ച് പോവൂ എന്നുള്ളതാണ്. കേസ് ഓഫ് കേളുവേട്ടൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഐദർ അല്ലെ. സോ അത് ഇങ്ങനെ ചുരുക്കി അല്ലെ, നിങ്ങൾക്ക് ഒരുപാട് ചുരുക്കി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലെ ഒരു നാടകം. കേളുവേട്ടന്റെ കാര്യത്തിൽ അല്ലെ, കേളുവേട്ടനെ പറ്റിയുള്ള ഒരു നാടകമാകുമ്പോൾ പ്രത്യേകിച്ചും അല്ലെ അത് അങ്ങനെ ഒതുക്കി അല്ലെ വെക്കാൻ പറ്റുകയുമില്ല. ബാലകൃഷ്ണൻ, let us speak from the misty shroud that lies beyond the timeline of the living, a continuation of all the twilight sessions. So ബാലകൃഷ്ണൻ അല്ലെ നമുക്ക് എന്ത് ചെയ്യാം, പഴയ അല്ലെ ആ ഒരു സ്പീക്ക് ഫ്രം ദ മിസ്റ്റി ഷ്രൗഡ് അല്ലെ, ആ ഒരു മിസ്റ്റി പറഞ്ഞാല് മഞ്ഞ് മൂടിയ അല്ലെ, ഷ്രൗഡ് പറഞ്ഞാൽ കവറിങ്. സോ മഞ്ഞിന്റെ അല്ലെ കവറിങ് ഉള്ള ആ ഒരു കവറിന്റെ ഉള്ളിൽ കേവ് അല്ലെ കയറി അല്ലെ അതിൽ നിന്ന് നമുക്ക് സംസാരിക്കാം. അതായത് നമുക്കല്ലേ ഒരു മഞ്ഞുമറ അവിടെ വെച്ചേക്കാം എന്നുള്ളതാണ്. നിങ്ങളെല്ലാം ഇങ്ങനെ വിവരിക്കേണ്ട കാര്യം ഒരു നാടകത്തിലില്ല. നിങ്ങളല്ലേ നിങ്ങൾക്ക് അങ്ങനെ വിവരിച്ച് ഒതുക്കാൻ പറ്റിയതല്ല അല്ലെ കേളുവിന്റെ ജീവിതം. സോ കുറച്ചെന്ത് ചെയ്യാം നമുക്കല്ലേ ആ ഒരു ആളുകൾക്ക് വിടാം. മഞ്ഞുമല അല്ലെ ആ ഒരു മഞ്ഞ് മറയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നമുക്കല്ലേ സംസാരിക്കാം എന്നുള്ളതാണ്. ബിയോണ്ട് ദ timeline of the living, a continuation of our all the twilight sessions. So അല്ലെ ആ ഒരു ജീവിതത്തിന് അപ്പുറത്തോട്ടുള്ള കാര്യമാണ് ആ ഒരു മരണം അല്ലെ, മരണം, സൂയിസൈഡിന്റെ തീരുമാനങ്ങൾ, അതൊക്കെ. സോ അതൊക്കെ അവിടെ എങ്ങനെ അല്ലെ ഒരു മറയായിട്ട് അങ്ങനെ കിടന്നോട്ടെ. സോ അത് അല്ലെ ആളുകള് നാടകമൊക്കെ കണ്ട് അല്ലെ അവരുടേതായ രീതിയിൽ അതിനെയൊക്കെ മനസ്സിലായിക്കോട്ടെ എന്നുള്ളതാണ്. Perhaps it is wrong for a character to tell the playwright to stand aside. So ഒരു പക്ഷേ അല്ലേ ഇത് തെറ്റായിരിക്കും. എന്ത് ഒരു ക്യാരക്ടർ അല്ലേ ഒരു പ്ലേറൈറ്റിനോട് നാടകത്തിൽ നിന്നും മാറി നിൽക്കാൻ പറയുന്നത്. സോ പി കുഞ്ഞിരാമൻ നായർ അല്ലേ ഇപ്പോഴും ഒരു ക്യാരക്ടറാണ്. സോ അദ്ദേഹമാണ് എന്ത് പറയുന്നത്, നിങ്ങളല്ലേ ആ കാര്യങ്ങളൊക്കെ അങ്ങ് വിട്ടേക്കൂ. കേളു മാസ്റ്ററിന്റെ ഡെത്തിനെ പറ്റിയുള്ള അല്ല കാര്യങ്ങളൊക്കെ അതങ്ങനെ തന്നെയല്ലേ ഒരു മറയായിട്ട് അവിടെ വെച്ചേക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്താണ് അതിൽ നിന്നുമല്ലേ മാറി നിന്നുകൊണ്ട് നിങ്ങൾ അല്ലെ ആ ക്യാരക്ടറിനെ നിർമ്മിക്കും. ഫോർ എ ലിറ്റിൽ വൈൽ അല്ലെ കുറച്ച് സമയത്തേക്ക് അങ്ങനെ ചെയ്താലേ നിങ്ങൾക്ക് അല്ലെ ഈ നാടകം എഴുതി തീർക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ടല്ലേ ആ ഒരു മരണം എന്ന് വിചാരിച്ച് അവിടെ നിന്ന് കഴിഞ്ഞാലല്ലേ ഒന്നും നടക്കില്ല. Balakrishnan Nambiar moves towards the wings and it disappears. So Balakrishnan Nambiar അല്ലെ എന്ത് ചെയ്യാണ്, moves towards the wings and disappears. ആ ഒരു അല്ലെ കേർട്ടനിലൂടെ മൂവ് ചെയ്ത് പോവുകയാണ്.
കേളു സോ അതായത് ബാലകൃഷ്ണൻ നമ്പ്യാരോട് കുറച്ചു നേരം മാറി നിൽക്കൂ എന്നാണ് പറഞ്ഞത്. സോ അപ്പോ അല്ലെ എന്താവും, ആ ഒരു നമ്മൾ പറയാറില്ലേ, എന്തെങ്കിലും ഒരു കാര്യം സോൾവ് ആകണമെങ്കിൽ കുറച്ച് സമയം എന്ത് ചെയ്യുക, അതവിടെ വിട്ടേക്ക്, അല്ലെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ ഒന്നുകൂടി ആലോചിച്ചാൽ അത് കിട്ടുമെന്നുള്ളതാണ്. അതുപോലെയാണ് അല്ലെ പറയുന്നത്, ഒരു കുറച്ച് സമയം അല്ലെ റെസ്റ്റ് എടുക്കൂ, അല്ല അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും എല്ലാം ശരിയാവും. സോ എന്ത് ചെയ്യാം, നിങ്ങൾ റെസ്റ്റ് എടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ ബാലകൃഷ്ണൻ നമ്പ്യാർ പോവാണ്. അല്ല ഇപ്പൊ സ്റ്റേജിൽ ആരാ ഉള്ളത്, പി കുഞ്ഞിരാമൻ നായർ. സോ അപ്പോ കേളു നായർ വരികയാണ്. ഡ്രൈപ്ഡ് ഇൻ സിൽക്ക് വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അല്ലെ കേളു നായർ വരികയാണ്. ദ ബാക്ക് ഡ്രോപ്പ് നൗ ഹാസ് ദി പിക്ചർ ഓഫ് എ ഫ്ലോയിങ് റിവർ. സോ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് എന്തിലേക്ക് മാറിയിട്ടുണ്ട്, ഒരു പുഴ ഒഴുകുന്നതായിട്ട് കാണിച്ചിരിക്കുകയാണ്. സോ ആരൊക്കെ മീറ്റ് ചെയ്യാണ്, കേളു നായരും പി കുഞ്ഞിരാമൻ നായരും അല്ലെ മീറ്റ് ചെയ്യാണ്. പി കുഞ്ഞിരാമൻ നായർ വിളിക്കുകയാണ്, കേളുവേട്ട. കേളു നായർ ഈസ് ബിവിൽഡേർഡ്. കേളു നായർ പെട്ടെന്നല്ലേ ആരാണ് ഇത് എന്ന് അറിയാണ്ട് നോക്കുകയാണ്. യു ഹാവന്റ് റെക്കഗ്നൈസ്ഡ് മീ, ദാറ്റ്സ് ക്ലിയർ. ഓ എനിക്ക് അല്ലെ കുഞ്ഞിരാമൻ നായർ പറയാണെന്ത്, കേളുവേട്ട അല്ലെ നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. And the added surprise of hearing the call Eta from one older than you. So വയസ്സ് കൊണ്ട് നോക്കുകയാണെങ്കിൽ കുഞ്ഞിരാമൻ നായർ അല്ലെ കേളു നായരെക്കാളും മൂത്തതാണ്. എന്നിട്ടും അല്ലെ കേളുവേട്ട എന്നുള്ള ബഹുമാനപൂർവമാണ് വിളിക്കുന്നത് അല്ലെ, ഏട്ട എന്ന്. സോ അത് കേട്ടപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ സർപ്രൈസ്ഡ് ആയിട്ടുണ്ടാവാം എന്നുള്ളതാണ്. കേളു നായർ സ്റ്റാൻഡ്സ് ആസ് ബിഫോർ. കേളു നായർ അല്ലെ ഒന്നും അനക്കമൊന്നുമില്ലാതെ അതുപോലെ നിൽക്കുകയാണ്. Then here is a sentence as a sign. So അങ്ങനെയല്ലേ ആണെങ്കിൽ ഞാൻ എന്താണ് ഒരു ലൈൻ അല്ലേ, ഞാൻ എന്റെ കവിതയിലെ ഒരു ലൈന് പാടാം. He recites 4 lines from one of his early writings. So അദ്ദേഹം എന്ത് ചെയ്യാണ്, ആകെ കൂടി ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുകയാണ്, സർപ്രൈസ്ഡ് ആയിട്ടല്ലേ ഏട്ട എന്ന് വിളിച്ചപ്പോ. സോ അത് അല്ലെ മാറ്റാൻ വേണ്ടി കുഞ്ഞിരാമൻ നായർ എന്ത് ചെയ്യാണ്, ഞാനല്ലേ ആരാണ് എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്നുള്ള രീതിയിലല്ലേ ഒരു കവിത, സ്വന്തം കവിത പാടുകയാണ്. കാരണം കുഞ്ഞിരാമൻ നായരുടെ കവിത കേട്ടാൽ അല്ലെ ഓ കുഞ്ഞിരാമനാണ് ഇത് എന്ന് മനസ്സിലാവും. സോ കവിത കേട്ടു. അപ്പൊ കേളുവിന്റെ എക്സ്പ്രഷൻ നോക്ക്. എ മിക്സ്ചർ ഓഫ് എസ്റ്റോണിഷ്മെന്റ്, ജോയ് ആൻഡ് പ്രൈഡ് ഓൺ ഹിസ് ഫേസ്. ആകെ കൂടി ഒരു എസ്റ്റോണിഷ്മെന്റ് അല്ലെ, ഒരു അന്തം വിടൽ അല്ലെ, ഒരു അന്താളിപ്പ്, പിന്നെ എന്താ ഒരു സന്തോഷം, പിന്നെ ഒരു അഭിമാനം അല്ലെ തോന്നുകയാണ്. എന്നിട്ട് അപ്പൊ വിളിക്കാണ്ട്, എടാ കുഞ്ഞിരാമ, ഈസ് ഇറ്റ് യു? ഓ എന്റെ കുഞ്ഞിരാമ, ഇത് ഇഞ്ഞാണോ അല്ലെ, നീയാണോ ഇത്? അങ്ങ് എംബ്രേസസ് ഇൻ. കുഞ്ഞിരാമൻ എന്ത് ചെയ്യാണ്, അദ്ദേഹം കെട്ടിപ്പിടിക്കുകയാണ്. സ്റ്റാൻഡ്സ് അപ്പാർട്ട് ആൻഡ് ലുക്സ് അറ്റ് ഹിം ഫ്രം ഹെഡ് ടു ടോപ്പ്. ഒന്ന് അല്ലെ കുറച്ച് ദൂരോട്ട് നിന്ന് കുഞ്ഞിരാമനെ ആകെ മൊത്തം ഒന്ന് നോക്കുകയാണ്. When I see you, it is not your poetry or Sanskrit that comes to my mind, but the ball game at വെള്ളിക്കോത്തു ഗ്രൗണ്ട്. സോ അല്ലെ നീ കവിത പാടിയിട്ട് എനിക്ക് അല്ലെ നീ ആരാണെന്ന് മനസ്സിലാക്കി തന്നു. ബട്ട് അല്ലെ നിന്നെ കാണുമ്പോൾ എനിക്കല്ലേ ആദ്യം ഓർമ്മ വരുന്നത് നിന്റെ കവിതയോ നിന്റെ സംസ്കൃതം ശ്ലോകങ്ങളോ ഒന്നും അല്ല. എന്താണ്, നമ്മളല്ലേ പണ്ട് ഫുട്ബോൾ കളിക്കുമായിരുന്നു അല്ലെ. സോ അവിടെ ബോൾ ഗെയിമിലെത്തി വെള്ളിക്കോത്ത് ഗ്രൗണ്ടിൽ നമ്മൾ കളിച്ചിരുന്ന ആ ഒരു സമയത്താണ്. എ ഗോൾ കീപ്പർ ഹു ലൈസ് ഓൺ ഹിസ് ബാക്ക് അല്ലെ, ഇങ്ങനെ ഗോൾ കീപ്പർ ആയിട്ട് പി കുഞ്ഞിരാമൻ നായർ നിൽക്കുകയാണ്. സോ അതാണ് എൻ്റെ മനസ്സിൽ ഇപ്പോ ഓടി വരുന്നത്. സ്റ്റെയറിംഗ് അറ്റ് ദി സ്കൈ അല്ല, ആകാശത്തോട്ട് നോക്കി നിൽക്കുന്ന നിന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോ പി കുഞ്ഞിരാമൻ നായർ പറയാണെന്ത്, it was not just in the ball game. I was fated to be that kind of a goalkeeper in the game of life too. സോ വെറും അല്ലെ ഫുട്ബോളിലും ആ ഒരു ഫുട്ബോളിൽ മാത്രമല്ല അല്ലെ, ഞാൻ എന്താണ് ജീവിതത്തിലുമല്ലേ അങ്ങനെ ഒരു ഗോൾ കീപ്പർ ആയിട്ട് നിൽക്കാനായിരുന്നു എനിക്ക് വിധി. There is just one thing I could not sing in metrical form. My Kamadruma fated life. സോ എനിക്കല്ലേ പാടാൻ പറ്റാത്തതായിട്ട് അല്ലെ, എനിക്ക് കവിത ആയിട്ട് ചിട്ടപ്പെടുത്താൻ അല്ലെ മെട്രിക്കൽ ഫോമിൽ ചിട്ടപ്പെടുത്താൻ പറ്റാത്തത് ഒന്നേ ഉണ്ടായിട്ടുള്ളൂ, എൻ്റെ
ജീവിതം അല്ലെ. എങ്ങനത്തെ എന്റെ ജീവിതം? ഈ കേതു ബാധിച്ച അല്ലെ, നമ്മൾ പറയില്ലേ കേതു ബാധിച്ച. കേമദ്രുമ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഒരു സ്റ്റാർ ആണ്. നമ്മളെ ഈ ഒരു നക്ഷത്ര വാരഫലമൊക്കെ ഉണ്ടല്ലോ ഒരാളുടെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേതു ബാധിച്ച എന്നൊക്കെ പറയില്ലേ, ശനി ബാധിച്ച എന്നുള്ള പറയില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ശനി ബാധിച്ച അല്ലെ എന്റെ ജീവിതം, നരകം അല്ലെ, എന്താണ് പറയുക, നമ്മൾ നശിച്ച ജീവിതം എന്ന് പറയില്ലേ, അതുപോലെയാണ്. കേളു എന്ത് പറയാണ്? നോ വൺ കാൽക്കുലേറ്റഡ് ദ പൊസിഷനിങ് ഓഫ് ദ സ്റ്റാർസ് ആൻഡ് ടോൾഡ് മീ മൈ ലൈഫ്. സോ നീ അല്ലെ കേമദ്രമ ഫേറ്റഡ് ലൈഫ് എന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ അതൊന്നും അല്ല നോക്കാറില്ല, അതുകൊണ്ട് എനിക്ക് അതിനെ പറ്റിയൊന്നും അറിയില്ല. ബട്ട് ഐ ഷെയർ ദ കേമദ്രുമ ഫേറ്റ്. പക്ഷെ എന്റെ ജീവിതവും അതുപോലെ തന്നെ ആയിരുന്നു അല്ലെ, ഒരുതരം ശനി ബാധിച്ച പോലത്തെ ലൈഫായിരുന്നു എന്റേതും. പോയറ്റ് എന്ത് പറയാണ്? An artist should not be judged by his personal life. ഒരു അല്ലെ ആർട്ടിസ്റ്റ് ഒരിക്കലും വ്യക്തി ജീവിതത്തെ ആസ്പദമാക്കി ഒരു സമൂഹം അവനെ വിലയിരുത്താൻ പാടില്ല എന്നുള്ളതാണ്. കേളു അത് സത്യമാണ് അല്ലെ, ട്രൂ. ദിസ് പ്ലേ വെരി പ്ലേ ദ പ്ലേ റൈറ്റ് മേക്സ് മീ സേ ദസ്. സോ ഇവിടെ അല്ലേ ആ ഒരു മെറ്റാ തിയേറ്ററിക്കൽ എലമെന്റ് വരികയാണ്. സോ ഈ നാടകത്തിലും അല്ലെ ബാലകൃഷ്ണൻ അങ്ങനെ ഒരു ഡയലോഗ് എഴുതുന്നുണ്ട്. അതായത് ദ സോങ് ഐ സാങ്, ദ പാർട്ട് ഐ പ്ലേഡ്, നൺ ഓഫ് ദീസ് വെർ ഫോർ മൈ ഹാപ്പിനെസ് അലോൺ. അതായത് ബാലകൃഷ്ണന്റെ പ്ലേ അല്ലെങ്കിൽ നമ്മുടെ ആരുടെ പ്ലേ ആ എൻ ശശിധരന്റെ അല്ലെങ്കിൽ EP രാജഗോപാലൻ അല്ലെ, ഇവർ രണ്ടാളും ചേർന്ന് എഴുതിയ പ്ലേയിലല്ലേ അവരെനിക്ക് അങ്ങനെ ഒരു ഡയലോഗ് തരുന്നുണ്ട്. ദ സോങ് ഐ സാങ്, ദ പാർട്ട് ഐ പ്ലേഡ്, നൺ ഓഫ് ദീസ് വെർ ഫോർ മൈ ഹാപ്പിനെസ് അലോൺ. അത് മുമ്പേ നമ്മൾ ആ ഡയലോഗ് കേട്ടിട്ടുണ്ട് അല്ലെ. ആൻഡ് ഐ ഡോണ്ട് കൺസിഡർ മൈ ലൈഫ് എ ഫെയിലിയർ. പിന്നെ എന്റെ ജീവിതം ഒരു പരാജയമാണെന്നൊന്നും ഞാൻ കണക്കാക്കുന്നില്ല അല്ലെ. പക്ഷേ എങ്കിലും അദ്ദേഹത്തിനൊരു സംശയം അല്ലെ അവിടെ ബാക്കിയാണ് എന്നുള്ളതാണ്. സോ പരാജയമാണെന്ന് കണക്കാക്കുന്നില്ല എന്നേ പറഞ്ഞല്ലോ, പക്ഷെ എവിടെയോ അല്ലെ എന്തൊക്കെയോ പരാജയമായിരുന്നു എന്നുള്ള ഒരു ഡൗട്ട് അവിടെയുണ്ട്. കവി ഇനി പോയിട്ട് പറയാണ്, മേക്സ് എ സൈൻ മീനിങ് ഇനഫ്. മതി എന്നുള്ള രീതിയിൽ അല്ലെ കൈ ഉയർത്തി ഒന്ന് കാണിക്കുകയാണ് കവി. ഓ ഇനഫ്. ദർ വിൽ ബി നോ എൻഡ് ടു ബട്ട്സ് അല്ലെ. ഇങ്ങനെ ബട്ട് അല്ലെ പക്ഷേ പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അല്ലെ നമ്മളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കലേ ഉണ്ടാവും. ഈ പക്ഷേ അല്ലെ ഒരു അവസാനം ഇല്ല. ദിസ് പ്ലേ വി ആർ ഇൻട്രസ്റ്റഡ് വിത്ത് ദി ഡ്യൂട്ടി ടു റിവീൽ സംതിങ് എൽസ്. ഈ പ്ലേയിലല്ലേ നമ്മൾ അതൊന്നും അല്ല പറയേണ്ടത് അല്ലെ, നമുക്ക് വേറെ ഒരു മെസ്സേജാണ് കൊടുക്കാനുള്ളത്. വി ആർ ഇൻട്രസ്റ്റഡ്. ഇൻട്രസ്റ്റഡ് പറഞ്ഞാല് assign the responsibility by someone. ആരെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. സോ നമ്മുടെ അല്ലെ നാടക കൃത്തുക്കൾ ആരാണ്? എൻ ശശിധരൻ ആൻഡ് EP രാജഗോപാലൻ അല്ലെ. അവര് നമുക്ക് തരുന്ന റോള് വേറെയാണ്. അതായത് വേറെ ഒരു മെസ്സേജ് പാസ് ചെയ്യാനാണ് അല്ലെ ഈ ഡ്രാമയിലൂടെ അവര് പറയുന്നത്. കേളു, വാട്ട് ഡു യു മീൻ ബൈ സംതിങ് എൽസ്? അതായത് ഈ എന്ത് മെസ്സേജാണ് അത് എന്ന് കേളു ചോദിക്കുകയാണ്. പോയിട്ട് അപ്പൊ കുഞ്ഞിരാമൻ ആര് പറയാനുണ്ട്? ദ സിഗ്നിഫിക്കൻസ് ഓഫ് വേർഡ്സ്, ഇറ്റ്സ് ഓൾ ദാറ്റ് വി റൈറ്റേഴ്സ് ഹാവ്. അല്ലെ വാക്കിന്റെ ശക്തി അല്ലെ, വാക്കിന്റെ ഇമ്പോർട്ടൻസ്. സിഗ്നിഫിക്കൻസ് പറഞ്ഞാൽ ഇമ്പോർട്ടൻസ്. വി ഹാവ് നോ കൺട്രോൾ ഓവർ അതർ സിഗ്നിഫിക്കേഷൻസ് ഐദർ അല്ലെ. നമുക്ക് വാക്കിന്റെ ശക്തിയിൽ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ, വേറെ ഒന്നിന്റെ അല്ലെ മേലെയും നമുക്ക് കൺട്രോൾ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ വാക്കുകൾ മാത്രമേ നമുക്ക് അല്ലെ പറ്റുള്ളൂ, എഴുതി വെക്കുക എന്നുള്ളതേ നമുക്ക് പറ്റുള്ളൂ. ബാക്കിയൊന്നും നമ്മുടെ കൺട്രോളിലല്ല. നമ്മളെ എങ്ങനെ വായിക്കുന്നു എന്നുള്ളത് വായനക്കാരന്റെ സ്വാതന്ത്ര്യമാണ് എന്നുള്ളതാണ്. സിഗ്നിഫിക്കേഷൻസ് പറഞ്ഞാൽ ദ ആക്ട് ഓഫ് സിഗ്നിഫൈങ് ബൈ സയൻസ് അല്ലെ. നാടകം അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് സിഗ്നിഫിക്കേഷൻസ് ആണ് അല്ലെ. വാക്കുകൾ കൊണ്ട് കഥാപാത്രം ഒരു ക്യാരക്ടറായിട്ട് അല്ലെ മാറുകയാണ്, അത് അവതരിപ്പിക്കപ്പെടുന്നു. ആളുകളല്ലേ അപ്പൊ അത് പല വിധത്തിൽ അത് സ്വീകരിക്കാം. അതൊന്നും നമ്മുടെ കൺട്രോളിൽ അല്ല എന്നാണ് ഇവിടെ കവി പറയുന്നത്. ഇനി കേളു, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വേർഡ്സ് കുഞ്ഞിരാമൻ അല്ലെ. വാക്കുകളുടെ ഇമ്പോർട്ടൻസ് മാത്രമല്ല കുഞ്ഞിരാമ, ദ സിഗ്നിഫിക്കൻസ് ഓഫ് ആക്ഷൻസ് ടു ട്രബിൾഡ് മീ അല്ലെ. പ്രവൃത്തികളുടെ ഇമ്പോർട്ടൻസും അല്ലെ സൂചനകളും എന്നെ ജീവിതത്തിലുടനീളം
സ്ട്രബിൾ ചെയ്തുകൊണ്ടിരുന്നു. ആർട്ട് ഈസ് നോട്ട് എ വേർഡ്സ് അലോൺ, അല്ലെ? കല എന്ന് പറയുന്നത് വാക്കുകൾ മാത്രമല്ല. ഇറ്റ് കൺജോയിൻസ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ്, വാക്ക് ആൻഡ് കർമ്മ. കല, അല്ലെ? കല എന്നത് വാക്കുകളും പ്രവൃത്തിയും അല്ലെ കൂടിച്ചേരുമ്പോഴാണ് കലയുണ്ടാവുന്നത്. സോ അല്ലെ, ഞാൻ രണ്ടാലും ഡിസ്റ്റർബ് ആക്കപ്പെട്ടിരുന്നു അല്ലെ ജീവിതത്തിൽ. എൻ്റെ വാക്കുകൾ അല്ലെ അതുകൊണ്ട് അല്ലെ എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രവൃത്തി അല്ലെ അതുകൊണ്ടും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കലാകാരൻ എന്ന രീതിയിൽ അല്ലെ ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിലും സമൂഹത്തിലും. ഇനി കവി എന്ത് പറയാണ്? കേളുവേട്ട. വാട്ട് യു നൗ സെഡ് ഈസ് ദ ന്യൂ ആൻസർ ടു ദി ഓൾ ദി ക്വസ്റ്റ്യൻ ഹു ഈസ് ആൻ ആർട്ടിസ്റ്റ്. സോ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതാണല്ലേ പഴയ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആരാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ളത്, അതിനുള്ള ഉത്തരം അതാണ്. ഏതാണ്? ദ വൺ ഹു കൺജോയിൻസ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ്, അല്ലെ? വാക്കും കർമ്മവും അല്ലെ ഒരുമിച്ച് കൊണ്ടുവരുന്നവൻ, അവനാണ് ആര്? കലാകാരൻ എന്നുള്ളതാണ്. As one who followed entranced the tinkling bangles of that eternal enchantress called Vak, I cannot but agree with you. സോ അല്ലെ, എനിക്ക് നിങ്ങളോട് അഗ്രി ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം അല്ലെ, ആ കലാകാരൻ ആരാണ്? അവൻ അല്ലെ, ഹീസ് ദ വൺ ഹു ഫോളോഡ് entranced the tinkling bangles of that eternal enchantress called Vak, അല്ലെ? വാക്ക് എന്ന ആ ഒരു മന്ത്രവാദിനിയുടെ അല്ലെ ആ ഒരു എറ്റേണൽ പറഞ്ഞാല് എന്നെന്നും നിലനിൽക്കുന്ന അല്ലെ വാക്ക്, അതായത് അക്ഷരം. അക്ഷരം എന്ന് മലയാളത്തിലുള്ള മീനിങ് അല്ലെ, അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്ഷരം ഇല്ലാത്തത്. ക്ഷരം എന്ന് പറഞ്ഞാൽ നാശം എന്നാണ് അർത്ഥം. ക്ഷരം എന്നുള്ളത് ഒരു സാൻസ്കൃത് വേർഡാണ് അല്ലെ. ക്ഷരം എന്ന് പറഞ്ഞാൽ നാശം എന്നാണ്. അക്ഷരം മീൻസ് നാശമില്ലാത്തത്. സോ ആ ഒരു എറ്റേണൽ അല്ലെ എൻചാൻട്രസ് ആണ് ആര്? വാക്ക് അല്ലെ. വാക്ക് എന്നത് ഒരിക്കലും നശിക്കാത്ത ഇതാണ് അല്ലെ അക്ഷരം. സോ അതിന്റെ മന്ത്രവാദിനി അല്ലെ, വാക്കിന്റെ മന്ത്രവാദിനിയുടെ അല്ലെ വളകൾ കിലുങ്ങി അതിൽ ആകൃഷ്ടനായി അല്ലെ വരുന്നവനാണ് ആര്? കലാകാരൻ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബോത്ത് ബിഗിൻ ടു വാക്ക് ഇൻ എ സർക്കിൾ. സോ അത് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ്? ഒരു സർക്കിളിൽ ഇങ്ങനെ നടക്കുകയാണ്, അതായത് ഒന്ന് റൗണ്ട് ചെയ്യാണ്, ഒരു സർക്കിൾ ചെയ്യാണ്. ദ ലുക്ക് അറ്റ് ദി ബാക്ക് ഡ്രോപ്പ്. സോ ഒന്ന് സർക്കിൾ ചെയ്തിട്ട് അവര് പിന്നെ എന്ത് ചെയ്യാണ്? തിരിഞ്ഞു നോക്കുകയാണ്. സൗണ്ട് ഓഫ് ഗഷിംഗ് വാട്ടർ. സോ അവരെ സർക്കിൾ ചെയ്തത് എന്തിനായിരിക്കാം? സർക്കിൾ എന്തിനാ കാണിക്കുന്നത്? സർക്കിളിന് ബിഗിനിങ്ങും എൻഡിങ്ങും ഇല്ല അല്ലെ. എറ്റേണിറ്റി, അനന്തത അല്ലെ. അക്ഷരം എന്ന് പറയും പോലെ അല്ലെ അനന്തമായതാണെന്ത്? ആ ഒരു എറ്റേണിറ്റി അല്ലെ, സർക്കിൾ എന്നുള്ള ഐഡിയ. അത് അല്ലെ കാണിക്കാൻ വേണ്ടി ആയിരിക്കാം അവര് അല്ലെ ഒന്ന് ചുറ്റിയത്, സർക്കിൾ ചെയ്തത്. They look at the background, sound of gushing water. അല്ലെ, ഇപ്പോ ഒരു അരുവി അല്ലെ എന്തോ വെള്ളം ഇങ്ങനെ വീഴുന്നതായിട്ട് കേൾക്കുന്നുണ്ട് അല്ലെ, വെള്ളച്ചാട്ടമായിരിക്കാം. ദ സൗണ്ട് ഗ്രോസ് മോർ ഓഡിബിൾ അല്ലെ, പിന്നെ സൗണ്ട് കുറച്ചുകൂടി ഉച്ചത്തിൽ കേൾക്കുന്നുണ്ട് അല്ലെ, കുറച്ചുകൂടി സൗണ്ട് കൂടിയിട്ടുണ്ട്. കേളു പറയാനുണ്ട്, ലൈഫ് ഈസ് എ ഡെല്യൂജ് ദെൻ ആൻഡ് നൗ. സോ ജീവിതം എന്താണ്? അന്നും ഇന്നും അല്ലെ ഒരു ഡെലൂജ് ആണ് അല്ലെ. ഡെലൂജ് പറഞ്ഞാൽ ഫ്ലഡ്, ഗ്രേറ്റ് ഓവർഫ്ലോ അല്ലെ, ഒരു മലവെള്ള പാച്ചിൽ പോലെയാണ് അല്ലെ, ഒരു വെള്ളച്ചാട്ടം പോലെയാണ് ജീവിതം എന്നാ പറഞ്ഞത്. ബട്ട് ഈച്ച് വൺ നീഡ്സ് ടു ഹാവ് ഹിസ് ഓൺ മിറർ ടു സീ ഹിസ് ഫേസ്. പക്ഷെ അല്ലെ ഓരോരുത്തരും എന്ത് ചെയ്യണം? സ്വന്തം മുഖം കാണണമെങ്കിൽ അല്ലെ അവനവന്റെ കണ്ണാടി വേണമെന്നുള്ളതാണ് അല്ലെ. ഒരാളുടെ ആന്തരിക സംഘർഷം അല്ലെ അവനവന് മാത്രമേ മനസ്സിലാവൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാരണം ബാലകൃഷ്ണൻ നമ്പ്യാരുടെ സംഘർഷം അതാണ്. കാരണം കേളു എന്ന വ്യക്തിയുടെ അല്ലെ ഉള്ള് എന്തുകൊണ്ട് അദ്ദേഹം മരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് ബാലകൃഷ്ണൻ നമ്പ്യാർക്ക് മനസ്സിലാവുന്നില്ല. അത് പറഞ്ഞാൽ ചിലപ്പോ അല്ലെ മനസ്സിലാവുകയും ഇല്ല. അതുകൊണ്ടാണ് കേളു അല്ലെ ഉത്തരം കൊടുക്കാതെ നേരത്തെ അപ്പോ ഒഴിവായി പോയത് അല്ലെ. സോ അതുകൊണ്ട് അദ്ദേഹം പറയാണെന്ത്, ഒരു അല്ലെ കലാകാരന്റെ ആന്തരിക സംഘർഷം അല്ലെ, ഒരു കലാകാരന്റെ സംഘർഷം അവന് മാത്രമേ മനസ്സിലാവൂ. സോ അത് അവനല്ലേ സ്വന്തം കണ്ണാടിയിൽ നോക്കുമ്പോഴേ അത് മനസ്സിലാവും. ചിലപ്പോൾ അങ്ങനെ നോക്കുന്ന ഒരു അവസരത്തിലല്ലേ അവൻ ആത്മഹത്യ ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടേക്കാം എന്നുള്ളതാണ്.
ഈച്ച് വൺ നീഡ്സ് ടു ഹാവ് ഹിസ് ഓൺ മിറർ, അല്ലെ ഓരോ കലാകാരനും അല്ലെ അവനവന്റെ കണ്ണാടി വേണം അല്ലെ എന്നുള്ളതാണ് ഓരോ മനുഷ്യനും. ദേ മൂവ് സഡൻലി, ദ സൗണ്ട് ഓഫ് വാട്ടർ സീസസ്. അവർ പെട്ടെന്നല്ലേ എന്ത് ചെയ്യണം, അവിടെ നിന്നും മാറുകയാണ്. അതോടെ അല്ലേ എന്താണ് ആ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ചയും നിൽക്കുകയാണ്. ബോത്ത് ആർ നൗ ഇൻ ഫ്രണ്ട് ഓഫ് ദി സ്റ്റേജ്. സോ ഇപ്പൊ അവര് രണ്ടാളും അല്ലെ സ്റ്റേജിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഈച്ച് ഹോൾസ് എ ഹാൻഡ് മിറർ. സോ രണ്ടാളുടെ കയ്യിൽ എന്തുണ്ട്, കണ്ണാടി ഉണ്ട് അല്ലെ, കയ്യിൽ ഇങ്ങനെ പിടിക്കുന്ന കണ്ണാടി. സോ പോയറ്റ് കവി അല്ലെ കുഞ്ഞിരാമൻ നായർ പറയാണെന്ന്, ലുക്കിംഗ് ഇൻ ടു ദ മിറർ. ഭക്ത കവി സ്പിരിച്വൽ പോയറ്റ് ഷേക്സ് ഹിസ് ഹെഡ് ഇൻ ഡിസഗ്രിമെന്റ്. നോ. സോ ആദ്യമല്ലേ കുഞ്ഞിരാമൻ നായർ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കി അല്ലെ, തന്റെ സ്വന്തം കയ്യിലുള്ള കണ്ണാടിയിൽ നോക്കിയിട്ട് പറയാണെന്ന്, ഓ ഞാൻ അല്ലേ ഭക്തകവി, ഇങ്ങനെ അല്ലെ ഒരുപാട് പേരെടുത്തവൻ ഒരിക്കലും അല്ല അല്ലെ, അതിനപ്പുറത്തോട്ട് ഞാനും ഒരു കുടുംബസ്ഥനും അല്ലെ ഒരു വ്യക്തിയുമൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അതിന് കേളു നോക്കുകയാണ് കണ്ണാടിയിൽ. ലുക്കിംഗ് ഇൻ ടു ദ മിറർ. ദ റൈറ്റർ ഓഫ് സംഗീത നാടകാസ് shakes his head vehemently in negation. സോ അല്ലെ എന്താണ് സംഗീത നാടകങ്ങളൊക്കെ അല്ലെ എഴുതിയ മനുഷ്യൻ അതാണോ ഞാൻ? അല്ല അല്ലെ, ഒരിക്കലും അല്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ തല അല്ലെ കുലുക്കുകയാണ്. വിഹമെന്റ്ലി പറഞ്ഞാൽ സ്ട്രോങ്ലി അല്ലെ, സ്ട്രോങ്ലി ഇൻ നെഗേഷൻ. നെഗേഷൻ പറഞ്ഞാൽ നോ എന്നുള്ള മീനിങ്ങിൽ അല്ലെ, അതായത് അല്ല എന്നുള്ള രീതിയിൽ. ദ പ്ലേ വിത്ത് ദ മിറർ കണ്ടിന്യൂസ് ഫോർ എ വൈൽ. സോ അവർ പരസ്പരം ഇങ്ങനെ പലതും അല്ലെ ചോദിച്ച് സ്വയം ഐഡന്റിറ്റി അല്ലെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. സോ ഐഡന്റിറ്റി അല്ലെ ഇവിടെ വ്യക്തമല്ല എന്നുള്ളതാണ്. അവർക്ക് പോലും അല്ലേ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം ഇല്ല എന്നുള്ളതാണ്. സോ അങ്ങനെ ചോദിച്ചാലല്ലേ എന്ത് ചെയ്യേണ്ടി വരും, ഒരു സൂയിസൈഡിനെ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അല്ലെ. അതായത് കലാകാരൻ അല്ലെ തന്റെ വ്യക്തിത്വത്തെ സമൂഹത്തിൽ നിന്നും മാറ്റി അല്ലെ സ്വയം ഒന്ന് ചിന്തിച്ച് വേർതിരിക്കാൻ ശ്രമിക്കുന്ന അവസരം അല്ലെ, അത് ആ കലാകാരന്റെ മരണത്തെ തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ കവി എന്ത് പറയാണ്, ദ റൊമാൻറ്റിസിസ്റ്റ് അല്ലെ, കവി കുഞ്ഞിരാമൻ നായർ പറയാണ് റൊമാൻറ്റിക് കവി ഞാനോ? എനിക്ക് കേളു. വൺ ഹു ക്രിയേറ്റഡ് എ സ്റ്റേജ് ഫോർ ഡിവൈൻ ക്യാരക്ടേഴ്സ്, ദാറ്റ് വാസ് നോട്ട് ഓൾ അല്ലെ. ദൈവികമായ അല്ലെ ഒരുപാട് ക്യാരക്ടേഴ്സിന് സ്റ്റേജ് ഒരുക്കിയവനാണ് ഞാൻ. അത് മാത്രമാണോ ഞാൻ? ഒരിക്കലും അല്ല. ദേ ഹോൾഡ് ദ മിറർ ഫേസ് ടു ഫേസ് അല്ല, അവരെ ഇനി മിറർ കുറച്ചുകൂടി അടുത്ത് കൊണ്ടുവരികയാണ്. ദ പോയറ്റ് ആൻഡ് കേളു സ്പീക്ക് ഡയറക്ട്ലി ടു ദി ഓഡിയൻസ്. കേളു പറയാണെന്ത്, ദ മഹാബലി ഓഫ് വേർഡ്സ് അല്ലെ, മഹാബലി ഓഫ് വേർഡ്സ് എന്ന് അല്ലെ ആളുകൾ വിളിച്ചു. എന്ത് കാര്യം അല്ലെ, ഒന്നുമില്ല. ഈ പോയറ്റ് പറയാണെന്ത്, ദ ഫ്ലീറ്റിംഗ് ലൈഫ് ഓഫ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്. സോ ഇവിടെ അല്ലെ ദേ ഹോൾഡ് ദ മിറർ ഫേസ് ടു ഫേസ് ആണ്. അതായത് കുഞ്ഞിരാമൻ നായർ അല്ലെ സ്വന്തം മിറർ ആരുടെ നേരെ കാണിക്കുകയാണ്? കേളുവിന്റെ മുഖത്തിന് നേരെ വെക്കുകയാണ് അല്ലെ, കേളുവിന്റെ മിറർ കുഞ്ഞിരാമൻ നായരുടെ നേരേക്കും. സോ അവരല്ലേ ഇപ്പൊ പറയുന്നത്, കേളു പറയുന്നത് ആരെ പറ്റിയാണ്? ദ മഹാബലി ഓഫ് വേർഡ്സ് എന്ന് കുഞ്ഞിരാമൻ നായരെ പറ്റിയാണ്. കുഞ്ഞിരാമൻ നായർ പറയുന്നത് കേളുവിനെ പറ്റിയും. ദ ഫ്ലീറ്റിംഗ് ലൈഫ് ഓഫ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്. എനിക്ക് കേളു എന്ന് പറയാണ് എക്സ്ട്രാവാഗൻസ് ഓഫ് ഇമാജിനേഷൻ അല്ലെ, ഭാവനയുടെ അങ്ങേയറ്റത്തെ അല്ലെ ഉപയോഗങ്ങൾ ചെയ്ത കവി ആരാണ്? കുഞ്ഞിരാമൻ നായർ. ഇനി കുഞ്ഞിരാമൻ നായർ കേളുവിനെ പറ്റി പറയാണ് സെൽഫ്ലെസ് സർവീസ് ടു ദ വേൾഡ് അല്ലെ, സ്വയം മറന്നുകൊണ്ട് ലോകത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് പോരാടിയവൻ. അവരല്ലേ ഇനി എന്ത് ചെയ്യാണ്? ദേ ടേൺ ദ മിറർ ടുവേർഡ്സ് ദംസെൽസ് അല്ല, അവരും സ്വന്തം മുഖത്തിന് നേരെ തന്നെ പിന്നെ കണ്ണാടി പിടിക്കുകയാണ്. പോയിട്ട് എന്ത് പറയാണ്? എ ഡെസർട്ടഡ് റെയിൽവേ സ്റ്റേഷൻ അല്ലെ, ഒരു ഒഴിഞ്ഞ റെയിൽവേ സ്റ്റേഷൻ. എനിക്ക് കേളു പറയാണെന്ത്, ദാമൂസ് ക്രൈ ആസ് ഐ ക്ലൈംബ് ദ സ്റ്റെപ്സ് അറ്റ് മിഡ് നൈറ്റ്. സോ ദാമുവിന്റെ കരച്ചിൽ അല്ലെ, ഞാൻ ആ ഒരു സ്റ്റെപ്സ് കയറുമ്പോൾ, മരിക്കാൻ വേണ്ടി പോകുമ്പോൾ ആയിരിക്കും. ദാമു എന്ന് പറയുന്നത് കേളുവിന്റെ മകനാണ്. സോ ദാമു ഈസ് ദ സൺ ഓഫ് കേളു. സോ അല്ലെ മരിക്കാൻ പോകുമ്പോൾ അല്ലെ അവന്റെ കരച്ചിലാണ് ഞാൻ കേട്ടത്.
ഇനി പോയിട്ട് എന്ത് പറയാണ്? ദ ഷുഗർ ലൈക്ക് സാൻഡി മാട്രസ് ഓഫ് ദി നിള. സോ അല്ലെ എന്താണ്? പഞ്ചസാര മണൽ പോലെ അല്ലെ നീണ്ടു കിടക്കുന്ന നിള അല്ലെ, നിളയാണ് നിള നദി, ഭാരതപ്പുഴ. ഇനി കേളു എന്ത് പറയാണ്? ദ ട്രൈ കളർ ദാറ്റ് ബിക്കെയിം എ ഷ്രൗഡ്. ആ ഒരു 3 നിറങ്ങൾ അല്ലെ, ഒരു കവറിംഗ് ആയിട്ട് മാറിയ 3 നിറങ്ങൾ. സോ എന്താണെന്ന് ഇവിടെ വ്യക്തമല്ല. സോ അവരെന്തായാലും അല്ലെ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് അല്ലെ. ജീവിതത്തിൽ അവരെന്തൊക്കെയായിരുന്നു അല്ലെ എന്നുള്ളത് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അവരുടെ അല്ലെ ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻസിൽ ഉള്ള ഓരോരോ സന്ദർഭങ്ങളിലെയും അല്ലെ കാര്യങ്ങളാണ് അവർ ഓർത്തോർത്ത് പറയുന്നത്. ഒരു പോയിട്ട് പറയാണെന്ത്? എ വിദ്വാൻ എക്സാം ഡിഫിക്കൽട്ട് ടു റൈറ്റ് ആൻഡ് പാസ്. സോ വിദ്വാൻ എക്സാം അല്ലെ വളരെ പ്രയാസമായിരുന്നു പാസ്സാവാൻ. കേളു എ പ്ലേ ഫോർ ദ പീപ്പിൾ ഇഫ് ഇറ്റ് ഈസ് എ മെയിൽ ചൈൽഡ്. സോ ഒരു മെയിൽ ചൈൽഡ് അല്ലെ ആണെങ്കിൽ ജനിക്കുന്നതെങ്കിൽ അല്ലെ ആളുകൾക്ക് വേണ്ടി ഒരു നാടകം എഴുതും എന്നുള്ളത്. ഇനി പോയറ്റ് ദ ഇൻടോക്സിക്കേഷൻ ഓഫ് ഡോൺ ആൻഡ് ഡസ്ക് അല്ലെ, കവിത. കവി എപ്പോഴും അല്ലെ കവികൾ സന്ധ്യയും അല്ലെ പ്രഭാതവും അതിന്റെ അല്ലെ ഭംഗി ആസ്വദിക്കുന്നവരാണ്. സോ അല്ലെ ആ ഒരു പ്രഭാതത്തിന്റെയും അല്ലെ ഡോൺ ആൻഡ് ഡസ്ക്. ഡസ്ക് പറഞ്ഞാൽ പ്രദോഷം അല്ലെ, ഈവനിങ് ആണ്. സോ അതിന്റെ ചാതുരി അല്ലെ. ഇൻടോക്സിക്കേഷൻ പറഞ്ഞാൽ എന്താ? എഫക്റ്റഡ് ബൈ ഡ്രഗ്സ് ഓർ ഡ്രിങ്ക്സ്. സോ കുടിച്ച് മത്ത് കെടുക എന്ന് പറയുന്നില്ലേ. സോ പ്രഭാതം അല്ലെ, അതുപോലെ ആണ് പ്രഭാതം. ഇനി കേളു മൈ ഡിയർ വൺസ് ഹു ഡു നോട്ട് റെക്കഗ്നൈസ് മീ അല്ലെ, എൻ്റെ പ്രിയപ്പെട്ടവർ അവരാരും എന്നെ തിരിച്ചറിഞ്ഞില്ല, എന്നെ ആരും മനസ്സിലാക്കിയില്ല. സോ കേളുവിന്റെ ഉള്ളിലുള്ള അല്ലെ ആദ്യം മുതലേ നമ്മൾ കാണുന്ന ഒരു ഐഡിയ ഇതാണ് അല്ലെ, എന്നെ ആരും അല്ലെ മനസ്സിലാക്കിയില്ല, സ്വന്തം ഭാര്യ പോലും അല്ലെ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല എന്നുള്ള ഒരു വേദന അല്ലെ. അവരങ്ങനെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. ദേ കണ്ടിന്യൂ ടു സ്പീക്ക് ലുക്കിംഗ് അറ്റ് ദ മിറർ ബട്ട് നോ വേർഡ്സ് എമർജ് അല്ലെ. പക്ഷെ കുറെ കഴിയുമ്പോൾ വാക്കുകളൊന്നും കേൾക്കുന്നില്ല അല്ലെ, അവരിങ്ങനെ പറയുന്നതായിട്ട് ചുണ്ടനങ്ങുന്നതേ നമ്മൾ കാണുന്നുള്ളൂ. ദേ അപ്പിയർ ആസ് ദോ ഡിഫീറ്റഡ് ഇൻ ദ ഗെയിം അല്ലെ, ആ ഒരു ശ്രമത്തിലും അല്ലെ അവർ സ്വയം പരാജയപ്പെട്ടതായിട്ട് തോന്നുകയാണ്. അവരല്ലേ സ്വയം അന്വേഷിക്കുകയാണ്, എന്തായിരുന്നു ഞാൻ? സോ ഞാൻ എന്നത് അല്ലെ ആരായിരുന്നു എന്ന് അല്ലെ സ്വയം ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പക്ഷെ ആ ഒരു ശ്രമവും പരാജയപ്പെട്ടു എന്ന് അല്ലെ അവർക്ക് തോന്നുകയാണ്. The place the mirrors, so they place the mirrors aside and look at each other. സോ അവരല്ലേ ഇനി മിറർ അവിടെ വെച്ചു അല്ലെ, എന്നിട്ട് സ്വയം നോക്കുകയാണ്. സോ മിറർ വെച്ചിട്ട് നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല. കവി എന്ത് പറയാണ്? Now is it clear even what we see in the mirror is not our real selves. സോ അല്ലെ ഇപ്പം മനസ്സിലായി, കണ്ണാടിയിൽ കാണുന്നത് പോലും അല്ലെ നമ്മുടെ സ്വന്തം പ്രതിബിംബം അല്ല എന്നുള്ളതാണ്. കേളു പറയാണെന്ത്? then who are we അല്ലെ, എങ്കിൽ ആരാണ് നമ്മൾ അല്ലെ? നമ്മൾ എത്ര കാലമായി ഈ ചോദ്യം സ്വയം ചോദിക്കുന്നു. for what use are these mirrors അല്ലെ, ഈ മിറേഴ്സിനെ കൊണ്ട് എന്ത് പ്രയോജനം പിന്നെ അല്ലെ? നമ്മൾ ആരാണെന്ന് നമുക്ക് കാണിച്ചു തന്നില്ലെങ്കിൽ അല്ലെ പിന്നെ ഈ മിറർ കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? കവി പറയാണെന്ത്? വി ആർ ആർട്ടിസ്റ്റ് അല്ലെ, നമ്മൾ കലാകാരന്മാരാണ്. വി ഡു നോട്ട് നീഡ് മിറേഴ്സ് അല്ലെ, കലാകാരന്മാർക്ക് കണ്ണാടിയുടെ ആവശ്യമില്ല അല്ലെ, കണ്ണാടി വെച്ചിട്ട് വേണ്ട അല്ലെ അവര് സാഹിത്യം എഴുതാനായിട്ട്. കേളു ആർട്ട് ഈസ് നോട്ട് ജസ്റ്റ് എ മിറർ ഹെൽഡ് ടു ലൈഫ്. സോ ജീവിതത്തിന് നേരെ വെച്ച ഒരു കണ്ണാടിയൊന്നും അല്ല എന്ത് കല എന്ന് പറയുന്നത്. സോ ദ ലൈറ്റ് ഡിംസ് ആൻഡ് ഗോസ് ഔട്ട്. സോ അവരങ്ങനെ പറയുമ്പോൾ അല്ലെ വെളിച്ചം മങ്ങി പോയി വരികയാണ്. when the stage lights up again it is Kelu's Nayar's room. ഇനി അല്ലെ അവര് രണ്ടാളും പോയി. ഇനി അടുത്ത സീന് എന്ന് പറയുന്നത് കേളു നായരുടെ അവസാന നാളുകളിലെ ഒരു ദിവസമാണ്. അതായത് കേളുവിന്റെ വീട്ടില് അല്ലെ ഭാര്യയോടും മകനോടൊത്തുള്ള കേളുവിന്റെ ഒരു ദിവസമാണ് ഇനി അടുത്ത സീനിൽ വരുന്നത്. കേളു നായർ ഈസ് റീഡിംഗ് ദ മാതൃഭൂമി ന്യൂസ് പേപ്പർ. The news is heard in the background. കേളു അല്ലെ മാതൃഭൂമി ന്യൂസ് പേപ്പർ വായിക്കുകയാണ്.
ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് വായിക്കുന്നതെന്ന് ഒച്ചത്തിൽ കേൾക്കാം. സോ എന്താണ് ന്യൂസ് എന്ന് നോക്കാം. May 26, പയ്യന്നൂർ ഗോട്ട് റെഡി ടു വെൽക്കം പണ്ഡിറ്റ് നെഹ്റു. സോ മെയ് 26 അല്ല പയ്യന്നൂരിലെ ജവഹർലാൽ നെഹ്റു വരുന്നു എന്നുള്ളതാണ് വാർത്ത. സോ അല്ലെ പഴയ കാര്യമാണ് പറയുന്നത്. ദ 4th റീജിയണൽ കോൺഫറൻസ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെ 4ാമത്തെ റീജിയണൽ കോൺഫറൻസിൽ പങ്കെടുക്കാനാണ് നെഹ്റു വരുന്നത്. ദ റീജിയണൽ കോൺഫറൻസ് മീറ്റിംഗ് വാസ് റീകൺവീൻഡ് അറ്റ് 1:30 PM. സോ റീജിയണൽ കോൺഫറൻസ് മീറ്റിംഗ് അല്ലെ റീകൺവീൻഡ് പറഞ്ഞാൽ റീബിഗിൻ അല്ലെ അറ്റ് 1:30 PM. After Kelu Nayar's inspiring and exhorting song, the secretary read out the goodwill message sent by several leaders gathered at the Crombie Bay Conference. Sriman K. Madhavan Nair, Sarvottama Rao, Satyamurthy et al. Wishing good luck. സോ എന്താണ് ആഫ്റ്റർ കേളു നായർ ഇൻസ്പയറിംഗ് ആൻഡ് എക്സോർട്ടിംഗ് സോങ്. സോ കേളു നായരുടെ സോങ്ങോട് കൂടിയാണ് അല്ലെ പരിപാടി തുടങ്ങുന്നത്. സോ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, സെവറൽ ലീഡേഴ്സ് ഗുഡ് വിൽ മെസ്സേജ് അല്ലെ കൊടുക്കുകയാണ്. അതായത് അല്ലെ ആശംസകൾ അറിയിച്ചുകൊണ്ട് മെസ്സേജ് പറയാണ്. ആരൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ലീഡേഴ്സ് ഗ്യാതർഡ് അറ്റ് ദി ക്രോംബെ ബേ കോൺഫറൻസ്. ക്രോംബെ ബേ കോൺഫറൻസ് മീറ്റിംഗിൽ ഗ്യാദർ ചെയ്ത ആൾക്കാരാണ് ആശംസകൾ അറിയിച്ചത്. ആരൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ശ്രീമാൻ കെ മാധവൻ നായർ അല്ലെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇങ്ങനെയുള്ള അല്ലെ ആൾക്കാരൊക്കെ വിഷിംഗ് ഗുഡ് ലക്ക്. അതാണ് ഒരു വാർത്ത. ടേൺസ് ദ പേജ്. സോ കേളു ടെപ്പേണ് ആ ഒരു പേജ് മറിക്കുകയാണ്. അനദർ പീസ് ഓഫ് ന്യൂസ് ക്യാപ്ചേഴ്സ് ഹിസ് അറ്റൻഷൻ. അദ്ദേഹത്തിന്റെ അറ്റൻഷൻ അല്ലെ വേറൊരു ന്യൂസിലേക്ക് പോവാണ്. ദ റെസൊല്യൂഷൻ പ്രസന്റഡ് ബൈ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അതായത് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് പാസാക്കിയ റെസൊല്യൂഷൻ പറഞ്ഞാൽ പ്രമേയം, അതായത് എന്തെങ്കിലും ഒരു തീരുമാനം. സോ അദ്ദേഹം പാസാക്കിയ പ്രമേയം എന്താണ്? റിമൂവൽ ഓഫ് അൺടച്ചബിലിറ്റി അല്ലെ അൺടച്ചബിലിറ്റി റിമൂവ് ചെയ്തുകൊണ്ട് പാസാക്കിയ പ്രമേയം. So this conference requests the people of Kerala to eradicate the evil practice of untouchability. സോ ആ ഒരു കോൺഫറൻസിൽ അല്ലെ അദ്ദേഹം പറയുന്നത് ആളുകളോട് അല്ലെ അൺടച്ചബിലിറ്റി ഒഴിവാക്കാനാണ്, അല്ലെ അത് എറാഡിക്കേറ്റ് ചെയ്യാൻ, തുടച്ചു നീക്കുക. ശ്രീമാൻ കേശവൻ പുലയനാർ സെക്കൻഡഡ് ദി റെസൊല്യൂഷൻ. സോ കേശവൻ പുലയനാറാണ് ആരെ സെക്കൻഡഡ് ദി റെസൊല്യൂഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സെക്കൻഡഡ് മീൻസ് സപ്പോർട്ടഡ്. സോ സപ്പോർട്ടഡ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സപ്പോർട്ടഡ് ബൈ ശ്രീമാൻ കേശവൻ പുലയനാർ. He puts away the newspaper, opens a notebook and a pen, tries to write. അത് കഴിഞ്ഞ് ന്യൂസ് പേപ്പർ ഒരു ഭാഗത്തോട്ട് വെച്ച് അല്ലെ പെന്നും ബുക്കും എടുത്ത് എഴുതാൻ തുടങ്ങാണ്. മീനാക്ഷി കംസ് ആൻഡ് സിറ്റ്സ് ബിസൈഡ് ഹിം. സോ അദ്ദേഹത്തിന്റെ വൈഫാണ് മീനാക്ഷി. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ മകനാണ് ദാമു എന്ന്. സോ വൈഫാണ് മീനാക്ഷി. സോ കേളുവിന് പറയാണെന്ത് എ ന്യൂ പ്ലേ. സോ അദ്ദേഹം ഒരു പുതിയ പ്ലേ എഴുതാനുള്ള ശ്രമത്തിലാണ്. ഐ ഹാവ് റിട്ടൺ മോർ ദാൻ ഹാഫ് ഓഫ് ഇറ്റ് ബട്ട് ഐ ആം അണേബിൾ ടു കംപ്ലീറ്റ് ഇറ്റ്. അല്ല ഒരു പകുതിയിലധികം ഞാൻ എഴുതി കഴിഞ്ഞു, പക്ഷെ അല്ല അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ നമ്മുടെ ബാലകൃഷ്ണൻ അല്ലേ ഫേസ് ചെയ്യുന്ന അതേ ഡിഫിക്കൽറ്റി കേളു നായരും ഫേസ് ചെയ്യാണ്. മീനാക്ഷി ഐ റെഡ് വാട്ട് യു ഹാവ് റിട്ടൺ. സോ ഞാൻ വായിച്ചു അല്ലെ നിങ്ങൾ എഴുതിയിട്ടുള്ളത്. എത്ര വരെ എഴുതിയിട്ടുണ്ടോ അത്രയും ഞാൻ വായിച്ചു കഴിഞ്ഞു. അങ്ങനെ കേളു എന്ന് പറയാണ്. വെൻ അല്ലെ എപ്പോഴാണ് നീ അത് വായിച്ചത്? ഡിഡ് യു ലൈക്ക് ഇറ്റ് മീനാക്ഷി? നിനക്കത് ഇഷ്ടപ്പെട്ടോ മീനാക്ഷി എന്ന് ചോദിക്കുകയാണ്. സോ മീനാക്ഷി ഇഫ് യു കെയർഡ് അബൌട്ട് മൈ ഒപ്പീനിയൻ വുഡ് യു റൈറ്റ് ലൈക്ക് ദിസ്? അല്ലെ എന്റെ അഭിപ്രായം നിങ്ങൾ കണക്കിലെടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊന്നും എഴുതില്ല. അതായത് അല്ലെ മുമ്പേ കേളു ഒരുപാട് പ്ലേസ് എഴുതി അല്ലെ അത് ഒരുപാട് പ്രശ്നങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിരുന്നു. അപ്പോഴൊക്കെ മീനാക്ഷി പറയുമായിരുന്നു അല്ലെ അങ്ങനെ എഴുതരുത് എന്ന്. ബട്ട് അല്ല അതൊന്നും കണക്കാക്കാതെ അദ്ദേഹം പിന്നെയും അതേ ടൈപ്പ് സാധനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സോ കേളു എന്ന് പറയാണ്. സോ ദാറ്റ് മീൻസ് യു ഡിഡ്ന്റ് ലൈക്ക് ഇറ്റ്. സോ അതിനർത്ഥം നിനക്ക് ഈ പ്ലേ ഇഷ്ടപ്പെട്ടില്ല എന്നാണ്.
ദിസ് വൺ ഈസ് ഓൾ ടുഗദർ ഡിഫറെന്റ് ഫ്രം എവറി അതർ പ്ലേ ഐ ഹാവ് റിട്ടൺ. പക്ഷെ നീ അല്ലെ ഈ പ്ലേ എന്റെ മറ്റുള്ള പ്ലേ പോലെയല്ല, ഇത് അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമാണ്. ഐ ബിലീവ് ദർ ഈസ് നത്തിങ് ലൈക്ക് ഇറ്റ് ഇൻ അവർ മലയാളം തിയേറ്റർ. നമ്മുടെ മലയാള നാടകത്തിന്റെ അല്ലെ ഇങ്ങനെയുള്ള ഒരു വർക്ക് അല്ലെ ഒരു നാടകം വന്നിട്ട് പോലും ഉണ്ടാവില്ല. ദർ ഈസ് നോ സ്റ്റോറി ഇൻ ഇറ്റ്. ഇതിൽ കഥയൊന്നുമല്ല ഉള്ളത് അല്ലെ, എന്താണ്, ഫുൾ ജീവിതമാണ് അല്ലെ. വാട്ട് ഇറ്റ് ഹാസ് ഈസ് ലൈഫ്. മീനാക്ഷി, why leave the Puranic myths and write a play about the lives of ordinary people? സോ ഇതുവരെ അല്ലേ നിങ്ങൾ പുരാണ കഥാപാത്രങ്ങളെ പറ്റിയാണല്ലേ എഴുതിയത്, ഇപ്പൊ പെട്ടെന്ന് എന്തിനാണല്ലേ താഴേക്കിടയിലുള്ള ആൾക്കാരെ പറ്റി എഴുതുന്നത്? കേളു പറയണത്, I do not think that the Puranas can express the problems of contemporary people. The crown they had and the hair that wears the tuft belong to different people. So അല്ലെ, I do not think, എനിക്ക് തോന്നുന്നില്ല അല്ലെ പുരാണത്തിന് ഇപ്പോഴുള്ള ആളുകളുടെ പ്രശ്നങ്ങളെ പറ്റി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. The crowned head and the head that wears the tuft belong to different people. So the crowned head അല്ലെ, അതായത് കിരീടം വെച്ച തല അല്ലെ, രാജാക്കന്മാരുടെ കാലവും അല്ലെ ഇപ്പോഴത്തെ കാലവും ഒരുപാട് മാറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്തെ ആളുകളല്ലേ തലയിൽ ഒരു കെട്ടുമായിട്ട് അല്ലെ തലയിൽ കെട്ടിയിട്ട് അല്ലെ വയലിൽ പണിയെടുക്കുന്നവരാണ്. സോ അതും അല്ലെ രാജാക്കന്മാരുടെ ലൈഫും ഒരുപാട് വ്യത്യാസമുണ്ട്. മീനാക്ഷി, many of the dialogues in this Janaki Parinayam, I felt as though I have heard them in the veranda of this Mithal house. സോ കേളു എഴുതുന്ന പ്ലേയുടെ പേരെന്താണ്? ജാനകി പരിണയം എന്നാണ് പ്ലേന്റെ പേര്. സോ മീനാക്ഷി പറയാണ്, അല്ലെ നിങ്ങൾ ഈ ജാനകി പരിണയം എന്ന പേരിട്ടിട്ട് അല്ലെ എഴുതുന്നത് മുഴുവൻ നമ്മുടെ വീട്ടിൽ നടന്ന അല്ലെ നമ്മുടെ വീട്ടിന്റെ വരാന്തയിൽ വെച്ച് നടന്ന സംഭവങ്ങൾ തന്നെയാണ്. അത് വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ, പല ഡയലോഗ്സും നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ്സ് ആണ്. സോ നിങ്ങൾ അല്ലെ പേരൊക്കെ മാറ്റി എഴുതി വെച്ചിരിക്കുകയാണ്. സോ ഞാനൊരു അല്ലെ മണ്ടിയല്ല എന്നാണ് അവള് പറയുന്നത്. ഈ മീത്തലെ ഹൗസിലല്ലേ നടന്ന പല കാര്യങ്ങളും തന്നെയാണ് ഇതിലുള്ളത്. സോ കേളു പറയാണ്, സോ യു ഹാവ് കോട്ട് ദ എസെൻസ് ഓഫ് ദ പ്ലേ. സോ നിനക്ക് അല്ലെ പ്ലേയുടെ ആ ഒരു കാമ്പ് അല്ലെ അന്തസത്ത മനസ്സിലായി. മീനാക്ഷി, അപ്പൊ ഹൗ ടു എൻഡ് ഇറ്റ്, ദാറ്റ് ഇസ് മൈ ആങ്സൈറ്റി. പക്ഷെ എങ്ങനെ അവസാനിപ്പിക്കും അല്ലെ, അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. സോ വീട്ടിലെ അല്ലെ പല കാര്യങ്ങളുമാണ്. സോ അദ്ദേഹം ജീവിതമല്ലേ അവസാനം സൂയിസൈഡ് കൊണ്ട് അവസാനിപ്പിച്ചു. സോ ആ ഒരു കൺഫ്യൂഷനാണ് അല്ലെ, എഴുത്തുകാരന്റെ കൺഫ്യൂഷനാണ് ഇവിടെ കാണുന്നത്. എവിടേക്ക് അല്ലെ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളത് അവൻ അറിയില്ല എന്നുള്ള അല്ലെ ആ ഒരു ടെർമോയിൽ. മീനാക്ഷി, can I ask something? ഇനി മീനാക്ഷി അല്ലേ പറയാണ്, എനിക്ക് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. കേളു നായർ ലുക്സ് അറ്റ് ഹർ. ഡു യു ഹാവ് ടു ഫിനിഷ് ദിസ് പ്ലേ? അല്ലെ നിങ്ങൾക്കിത് ഫിനിഷ് ചെയ്യണമോ? അല്ലെ നിങ്ങൾക്കിത് നിർത്തിക്കൂടെ? മതി, പകുതിക്കത് വിട്ടുകൂടെ എന്നുള്ളതാണ്. കേളു, വാട്ട്സ് ദ പ്രോബ്ലം? എന്താ പ്രശ്നം? മീനാക്ഷി, ദർ വിൽ ബി ഓൺലി ട്രബിൾ. പ്രശ്നം മാത്രമേ ഉണ്ടാവൂ. എന്താ പ്രശ്നം എന്നല്ല അല്ലെ, പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. നോട്ട് ജസ്റ്റ് ഹിയർ, ഇവിടെ മാത്രമല്ല. റിലേറ്റീവ്സ് ഇൻ നീലേശ്വരം ആൻഡ് ചന്തേരി വിൽ ടേൺ അഗൻസ്റ്റ് യു. സോ ഈ വീട്ടിലുള്ള ആൾക്കാർ മാത്രമല്ല, നീലേശ്വരത്തും ചന്തേരിയിലും അല്ലേ ഉള്ള നിങ്ങളുടെ ബന്ധുക്കളുണ്ടല്ലോ, അവരൊക്കെയും പ്രശ്നം ഉണ്ടാക്കും നിങ്ങളുടെ ഈ പ്ലേ കണ്ടാൽ. കാരണം അവർക്ക് മനസ്സിലാവുമല്ലേ നിങ്ങൾ ഈ പ്ലേ നമ്മുടെ വീട്ടിലെ അവസ്ഥകളൊക്കെ വെച്ചിട്ട് ഒക്കെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. കേളു, ദാറ്റ് ഈസ് ദർ മൊറാലിറ്റി. അത് അവരുടെ അല്ലേ സദാചാര ബോധം പോലെ ഇരിക്കും. വാട്ട്സ് ദ പോയിന്റ് ഇൻ സ്മാഷിംഗ് അപ്പ് ദ മിറർ ജസ്റ്റ് ബിക്കോസ് ദ ഫേസ് ലുക്സ് ബാഡ്? അല്ലെ സത്യം പറയുന്നവനെ അല്ലെ കൊലപാതകി അല്ലെങ്കിൽ കുറ്റക്കാരൻ എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല എന്നാണ് കേളു ഉദ്ദേശിക്കുന്നത് അല്ലെ. അതായത് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ അല്ലെ, കണ്ണാടിയിൽ നമ്മുടെ മുഖം വികൃതമായിട്ടാണ് കാണുന്നതെങ്കിൽ കണ്ണാടിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നാണ്. സോ നമ്മുടെ വീട്ടിലുള്ള കാര്യമാണ് ഞാൻ എഴുതിയത് അല്ലെ, അത് യാഥാർത്ഥ്യമല്ലാതാവില്ല എന്നാണ് കേളു പറയുന്നത്. മീനാക്ഷി, ഹൂ വിൽ ബി സ്മാഷ്ഡ് ബൈ ഹൂം? ഐ ഡു നോട്ട് നോ. അല്ലെ എനിക്കറിയില്ല ആരെ അല്ലെ അടിച്ചു കൊല്ലും എന്നുള്ളത്. എനിവേ ഫാദർ വിൽ നോട്ട് റിമെയിൻ പാസീവ്. എന്തായാലും അല്ലെ എന്റെ അച്ഛൻ ഇത് കണ്ടു കഴിഞ്ഞാൽ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല അല്ലെ നിങ്ങളുടെ ഈ നാടകം. He will have the intelligence to understand that the stubborn patriarch in the play is himself.
അല്ലെ അദ്ദേഹത്തിന് മനസ്സിലാവും അല്ലെ ഈ ഒരു നാടകത്തിലെ അല്ലെ ആ ഒരു പിടിവാശിക്കാരനായ അല്ലെ ആ ഒരു പേട്രിയാക്ക് പറഞ്ഞാല് പേട്രിയാക്ക് പറഞ്ഞാല് പേറ്റർ എന്ന് പറഞ്ഞാൽ ഫാദർ എന്നാണ് അർത്ഥം. പേറ്റർ മീൻസ് ഫാദർ. പേട്രിയാക്കി എന്ന് പറഞ്ഞാൽ മെയിൽ ഡോമിനേഷൻ, അതായത് പുരുഷന്മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, സ്ത്രീകളെ അല്ലെ ഒരു ഭാഗത്ത് നിർത്തുന്ന അല്ല ആ ഒരു പരമ്പരാഗത രീതിയിലുള്ള ഫാമിലി ഉണ്ടല്ലോ, എല്ലാ ഫാമിലിയിലും അങ്ങനെയായിരിക്കും അല്ലെ, പുരുഷനായിരിക്കും മേലെ. സോ അതിനാണ് ആ ഒരു സിസ്റ്റത്തിനാണ് എന്ത് പറയാ പേട്രിയാക്കൽ സിസ്റ്റം. സോ ആ ഒരു അല്ലെ പേട്രിയാക്ക്, ഈ പ്ലേയിൽ കാണിച്ചിരിക്കുന്ന പേട്രിയാക്ക് അല്ലെ ആ ഒരു ഫാദർ ഫിഗർ അത് അച്ഛനാണെന്ന് അല്ലെ അദ്ദേഹത്തിന് വേഗം മനസ്സിലാവും. ഡു യു തിങ്ക് ഫാദർ hasn't grasped the secret of the Qadar game you played at Lakshmi Kutti's wedding? സോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലെ അന്നും നിങ്ങൾ അല്ലെ അന്നൊരു ദിവസവും നിങ്ങൾ ഇതുപോലെ ലക്ഷ്മി കുട്ടീന്റെ കല്യാണത്തിന് അല്ല, അതായത് കുടുംബത്തിലൊരു സ്ത്രീയാണ്, അവരുടെ കല്യാണത്തിന് നിങ്ങളല്ലേ ഇതുപോലെ ഒരു ഖദർ ഗെയിം അല്ലെ കളിച്ചിരുന്നു, നാടകം എന്നുള്ള പേരില്. അതിൽ അല്ലെ ഫാദറിന് മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? The drama she played there will either the days wearing Qadar, nothing else. അല്ല അവൾ അന്ന് കളിച്ച ഡ്രാമ. So will enter the days wearing Qadar. So അത് അല്ലെ എവിടേക്ക് വരും? അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മിക്കുട്ടിയെ എന്ത് ചെയ്തു, ഖദറൊക്കെ ധരിപ്പിച്ച് അല്ലെ അന്ന് ഡേയ്സ് എന്നുള്ളത് ഉദ്ദേശിച്ചത് ഡയസ് ആണ്, അതായത് DIAS, പ്ലാറ്റ്ഫോം ഫോർ ദി സ്പീക്കേഴ്സ്. അതായത് നമ്മൾ പ്രസംഗിക്കുന്ന ആള് നിൽക്കുന്ന ഒരു പീഠം പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് ഡയസ് എന്ന് പറയുന്നത്. സോ അവിടെ ഒന്നും അല്ലെ ലക്ഷ്മിക്കുട്ടി എന്ത് ചെയ്തു, നിങ്ങൾ ഖദറൊക്കെ ധരിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് നിർത്തി. അല്ല, വിൽ എൻറ്റർ ദി ഡയസ് വെയറിംഗ് ഖദർ, നത്തിങ് എൽസ്. അല്ലെ അതെന്താണ്, ദർ ഷുഡ് ബി ഗാന്ധീസ് പിക്ചർ ഓൺ ദ ഡയസ്. സോ അങ്ങനെയല്ലേ അവളെ കൊണ്ട് അവിടെ നിന്ന് സംസാരിപ്പിച്ചു. സോ ആ ഡയസിന്റെ മേലെ ഗാന്ധിയുടെ ചിത്രവും ഉണ്ടായിരുന്നു. All those words Lakshmikutti said, you injected them into her. So ലക്ഷ്മിക്കുട്ടി അന്ന് പറഞ്ഞ അല്ലെ വാക്കുകളൊക്കെയും അല്ലെ പ്രസംഗങ്ങളൊക്കെയും നിങ്ങൾ അല്ലെ അവളില് കുത്തി നിറച്ചതായിരുന്നു. ഡിൻഡു അല്ലെ നിങ്ങൾ കുത്തി നിറച്ചതല്ലേ. Now you turn it all into a play. ഇനി നിങ്ങൾ ഇതെല്ലാം കൂടി എന്ത് ചെയ്യാണ്, ഇനി ഒരു പ്ലേ ആക്കി മാറ്റാണ് അല്ലെ. You are trying to destroy what peace we have in this house. സോ നമുക്ക് അല്ലെ ഈ വീട്ടിൽ ഇപ്പോൾ ഉള്ള സമാധാനം കൂടി നിങ്ങൾ കളയാൻ ശ്രമിക്കുകയാണ്. സോ യു നീഡ് നോട്ട് തിങ്ക് അബൌട്ട് മീ. എന്നെ പറ്റി നിങ്ങൾ ആലോചിക്കണ്ട അല്ലെ, പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരാളുണ്ട്. ആരാണ്? ദാമോ അല്ലെ, നമ്മുടെ മോൻ ദാമോ. അവനെ പറ്റി നിങ്ങൾ ആലോചിക്കണം എന്നാണ് പറയുന്നത്. സോ കേളു എന്ന് പറയാണ്, ഐ വിൽ റൈറ്റ് ദ പ്ലേ, കംപ്ലീറ്റ് ഇറ്റ്, ഡോണ്ട് വറി. സോ ഞാൻ ഈ പ്ലേ എഴുതും അല്ലെ കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യും. വി വോണ്ട് ആൻ ആക്ട് ഇറ്റ് ഇൻ വെള്ളിക്കോത്ത് ലാൻഡ്. പക്ഷെ വെള്ളിക്കോത്തില് അല്ലെ ആക്ട് ചെയ്യുന്നില്ല, അവിടുത്തെ ബന്ധുക്കൾ കാണണ്ട അല്ലെ, കണ്ടാലല്ലേ പ്രശ്നം ഉണ്ടാവും. വി വിൽ ബി പ്രസന്റിങ് ഇറ്റ് അറ്റ് മണിയാട്ട് അല്ലെ, നമ്മളത് മണിയാട്ട് പ്രസന്റ് ചെയ്തോളാം. There they have some youngsters who are aware of things. അവിടെ എന്തുണ്ട്, കുറച്ച് അല്ലെ ചെറുപ്പക്കാരുണ്ടല്ലോ, അവർക്കല്ലേ എന്ത് മനസ്സിലാവും, ഇത് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഇവിടെയുള്ള വയസ്സന്മാർക്കാണല്ലേ ഇതൊക്കെ ദഹിക്കാൻ ബുദ്ധിമുട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. സൗണ്ട് ഓഫ് എ ചൈൽഡ് ക്രൈങ് ഫ്രം ദി ഇൻസൈഡ്. അപ്പോൾ അല്ലെ ദാമു കരയാണ്. സോ ദാമു ഒരു ചെറിയ കുട്ടിയാണ്, അത് അവൻ കരയുന്നുണ്ട്. സോ മീനാക്ഷി പറയാണെന്ത്, ദാമു ഈസ് അവേക്ക് അല്ലെ, ദാമു എഴുന്നേൽറ്റു അല്ലെ, എനിക്ക് തോന്നുന്നു ദാമു എഴുന്നേറ്റു. ഐ തിങ്ക് ഡു വാട്ട് യു വാണ്ട്, ഐ ആം ലീവിങ് അല്ലെ, ഞാൻ പോവാണ് അല്ലെ. ദാമു കരയുന്നുണ്ട്. സോ ഒരു കുടുംബത്തിലെ അല്ലെ അന്തരീക്ഷം, ഒരു കലാകാരൻ അല്ലെ കല കാരണമല്ലേ എന്താണ് വഷളാകുകയാണ് അല്ലെ ഒരു കുടുംബത്തിലെ അന്തരീക്ഷം. അങ്ങനെ അല്ലെ വഷളായ ഇത് മനസ്സിലാക്കി സ്വന്തം വ്യക്തി ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അല്ലെ ആണ് എന്ത് ചെയ്തത്, കേളു സൂയിസൈഡ് ചെയ്യുന്നത്. കേളു നായർ ഈസ് അപ്സെറ്റ്. ഹി ലുക്സ് അറ്റ് ദി സ്റ്റാച്യു ഓഫ് പാക്കനാർ. സോ കേളു നായർ പാക്കനാരുടെ സ്റ്റാച്യുവിന്റെ നേരെ നോക്കുകയാണ്.
ആരാണ് പാക്കനാറ്? നമ്മൾ മുമ്പേ അല്ലെ പറഞ്ഞിട്ടുള്ളതാണ് പാക്കനാറുടെ കാര്യം അല്ലെ. കേരളത്തിലെ ഒരു ഐതിഹ്യമാണ്. അതായത് കേരളത്തിൽ എങ്ങനെ ജാതി ഉണ്ടായി എന്ന് പറയുന്ന ഒരു ഐതിഹ്യം മാത്രമാണ്. സോ അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ, അതായത് രാജഭരണ കാലത്ത്, അത് വളരെ പണ്ടാണ്, ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ഭരിച്ചിരുന്ന സമയത്ത് അല്ല, അദ്ദേഹത്തിന്റെ കോർട്ടിലെ, അദ്ദേഹത്തിന്റെ സഭയിലെ അല്ലെ ഒരു പണ്ഡിതനായിരുന്നു ആര്? വരരുചി. സോ വരരുചി അല്ലെ എന്ത് ചെയ്യാണ്? താഴേക്കിടയിലുള്ള അല്ലെ പറയാ കാസ്റ്റിലെ ഒരു ഗേളിനെ മാരി ചെയ്യാണ്. സോ പറയാ കാസ്റ്റിലെ ഗേളിനെ മാരി ചെയ്തിട്ട് അദ്ദേഹം ഇങ്ങനെ യാത്ര പോവാണ്. സോ ഗേള് അല്ലെ എന്ത് ചെയ്യും? ഓരോ പ്രാവശ്യവും ഗർഭിണിയാവും അല്ലെ. ടോട്ടല് 12 തവണ ഗർഭിണി ആവുന്നുണ്ട് അല്ലെ, പ്രസവിക്കുന്നുണ്ട്. സോ ഓരോ പ്രസവത്തിലും വരരുചി എന്ത് പറയും? എന്ത് ചോദിക്കും? കുട്ടിക്ക് വായി ഉണ്ടോ അല്ലെ, വായി ഉണ്ടെങ്കിൽ ഓക്കെ, അതിനെ അവർ ഉപേക്ഷിച്ചോളൂ അല്ലെ, അത് അങ്ങനെയെങ്കിലും ജീവിച്ചോളൂ എന്ന് പറയും. അങ്ങനെ അപ്പോ എന്ത് ചെയ്യും? ആ അല്ലെ ആ കുട്ടിയെ അവിടെ ഉപേക്ഷിക്കും. സോ ആ കുട്ടിയെ ഏതെങ്കിലും ഒരു അല്ലെ ആളെടുത്ത് വളർത്തും. സോ ആ കുട്ടി ഒരു കാസ്റ്റായിട്ട് മാറും. സോ അങ്ങനെ 12 കാസ്റ്റായിട്ട് മാറുകയാണ്. സോ 12 കുട്ടികളെയും അദ്ദേഹം ഇങ്ങനെ അല്ലെ ഉപേക്ഷിക്കുവാൻ പറയും, ഭാര്യ ഉപേക്ഷിക്കും. സോ അതില് ഒരു കുട്ടിയായിരുന്നു ആര്? പാക്കനാർ എന്ന് പറയുന്നത്. അതായത് പറയന്മാരുടെ മുത്തച്ഛനായിട്ടാണ് കണക്കാക്കുന്നത്, പറയന്മാരുടെ ഗ്രാൻഡ് പാരന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്, ഗ്രാൻഡ് ഫാദർ. സോ അതാണ് ഇവിടെ പാക്കനാർ അല്ലെ എന്ന് പറഞ്ഞിട്ടുള്ളത്. കേളു നായർ ടു ദ പാക്കനാർ സ്റ്റാച്യു. സോ പാക്കനാർ സ്റ്റാച്യു നോക്കി പറയാണ്, നോ, ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ്. ഓ, യു തിങ്ക് യു ഹാവ് ഡിഫീറ്റഡ് മീ. സോ പാക്കനാരോട് അല്ലെ ചോദിക്കാണ്, നിങ്ങളല്ലേ എന്നെ നേരെ ഇങ്ങനെ നോക്കരുത് അല്ലെ. സോ എനിക്കിത് സഹിക്കുന്നില്ല. പാക്കനാരുടെ ഒരു സ്റ്റാച്യു ആണ്, അതായത് ഒരു പ്രതിമ അവിടെ ഉണ്ട്. സോ അതിനോട് നോക്കിയിട്ട് പറയാണ്, യു തിങ്ക് യു ഹാവ് ഡിഫീറ്റഡ് മീ, എന്നെ തോൽപ്പിച്ചു എന്ന് തോന്നുന്നുണ്ടോ എന്നാണ് അല്ലെ പാക്കനാർ പ്രതിമയോട് ചോദിക്കുന്നത്. നോ, ഐ വോണ്ട് ലെറ്റ് മൈസെൽഫ് ബി ഡിഫീറ്റഡ് ലൈക്ക് ദാറ്റ്. അതായത് ഭാര്യയോടുള്ള അമർഷവും ഒക്കെ കൂടിയാണ് അദ്ദേഹം അല്ലെ ഇങ്ങനെ ചോദിക്കുന്നത്. കലയോടുള്ള ഭ്രാന്ത് അദ്ദേഹത്തെ അല്ലെ, അദ്ദേഹം അതിനു മുമ്പിൽ സ്വയം പരാജയപ്പെട്ട് നിൽക്കുകയാണ്. കലയോടുള്ള ഭ്രാന്തില് അല്ലെ എല്ലാം മതിമറന്ന് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്ത് അല്ലെ, എന്നെ തോൽപ്പിച്ചു എന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല അല്ലെ. സ്വയം വീട്ടിലും അല്ലെ തോറ്റു എന്നുള്ള ഒരു അവസ്ഥ അദ്ദേഹത്തിന് തോന്നുകയാണ്. കാരണം വൈഫും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയാണ്. നോ, ഐ വോണ്ട് ലെറ്റ് മൈസെൽഫ് ബി ഡിഫീറ്റഡ് ലൈക്ക് ദാറ്റ് അല്ലെ, സ്വയം അങ്ങനെ തോൽക്കാൻ ഞാൻ തയ്യാറല്ല. ആർ യു ടു ഓൺ ദ സൈഡ് ഓഫ് ദ പുരാണിക് ക്യാരക്ടേഴ്സ് അല്ലെ. സോ പാക്കനാരോട് ചോദിക്കുകയാണ്, നിങ്ങളും പുരാണത്തിലെ ക്യാരക്ടറിന്റെ കൂടെയാണോ? ഭാര്യ ആൾറെഡി കുറ്റപ്പെടുത്തി അല്ലെ, പുരാണത്തിലെ ക്യാരക്ടർ പോരെ നമുക്ക് അല്ലെ, ഈ സാധാരണ ആൾക്കാരുടെ ജീവിതം വെച്ച് നമ്മൾ നാടകം ഉണ്ടാക്കണോ എന്ന് ഭാര്യ നേരത്തെ ചോദിച്ചതാണ്. സോ പാക്കനാർ എന്ന് പറയുന്നത് നമുക്കറിയാം പറയന്മാരുടെ മുത്തച്ഛനാണ്. സോ അതുകൊണ്ട് അദ്ദേഹം ചോദിക്കാനുണ്ട്, ഒരു പറയനായ അല്ലെ നിങ്ങളും ഈ ഹൈ കാസ്റ്റ് ആളുകളുടെ പുരാണം പറഞ്ഞ് അല്ലെ കഥ എഴുതണമെന്ന് എന്നോട് പറയുമോ എന്ന് ചോദിക്കുകയാണ്. നോ പാക്കനാരെ, ഡോണ്ട് ഡിഗ്രേഡ് യുവർ സെൽഫ് ടു ദ ലെവൽ ഓഫ് ദാറ്റ് ഗ്രൗണ്ട് അല്ലെ. സോ ദാറ്റ് ഗ്രൂപ്പ്, അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അല്ലെ, നിങ്ങളൊരു പറയനാണ്. സോ പറയരുടെ മുത്തച്ഛനായ നിങ്ങളല്ലേ അങ്ങനെ ചെയ്യരുത്. എന്നെ ഇങ്ങനെ നോക്കിയല്ലേ, എന്നെ കൊല്ലല്ലേ എന്നുള്ളതാണ്. ഐ കാൺ ബെയർ ദാറ്റ് അല്ലെ, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. നോ, ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദാറ്റ്. ഐ വിൽ ട്രെഞ്ച് യു ഇൻ ദിസ് ബ്ലാക്ക് കോൾ. സോ ഞാനല്ലേ ഇങ്ങനെ നോക്കരുത് അല്ലെ, നിങ്ങളെ കണ്ണിലുമൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഈ കരിമഷി അല്ലെ, കോൾ പറഞ്ഞാൽ കൺമഷി ഉണ്ടല്ലോ കണ്ണിൽ എഴുതുന്നത്, അത് ഞാനല്ലേ നിങ്ങളുടെ മുഖത്തൊക്കെ തേക്കും. സോ എന്റെ അല്ലെ ഡോണ്ട് ലുക്ക് അറ്റ് മീ ലൈക്ക് ദിസ്. അതായത് പാക്കനാരുടെ പ്രതിമ അല്ലെ അദ്ദേഹത്തിന് നേരെ നോക്കുമ്പോ കേളുവിന് എന്ത് തോന്നുകയാണ്, സ്വന്തം വൈഫ് അല്ലെ കുറ്റപ്പെടുത്തിയത് ഒക്കെ അദ്ദേഹം ഓർമ്മിക്കുകയാണ്. സോ സ്വയം അല്ലെ തോന്നുകയാണെങ്കിൽ പ്രതിമ പോലും അല്ലെ തന്നെ കൈവിട്ടോ എന്നുള്ള ഒരു തോന്നലാണ്. He takes the coal out of the box and roughly smears it all over the eyes of the Pakanar statue.
സോ ആ ഒരു കോല് അല്ലെ, അത് കരിമഷി അല്ലെ, അത് എന്ത് ചെയ്യാണ്, പാക്കനാർ പ്രതിമയിലൊക്കെ തേച്ചു കൊടുക്കുകയാണ്, കണ്ണില് അല്ലെ, അതിന്റെ കണ്ണില്. ലുക്സ് അറ്റ് ഇറ്റ് ഇന്റൻസ്ലി, എന്നിട്ട് വളരെ തുറിച്ചു നോക്കുകയാണ് അല്ലെ, വളരെ സൂക്ഷിച്ചിങ്ങനെ നോക്കി അത് തേച്ച് കഴിഞ്ഞിട്ട് അല്ല. അതൊന്നും അങ്ങനെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് സാഡ് അല്ലെ ഫീൽ ചെയ്യാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെ എന്ന് തോന്നുകയാണ്. ഡിസ്ട്രസ്ഡ് അല്ലെ, ആകെ ഡിസ്ട്രസ്ഡ് ആയി അല്ലെ, ഡിസ്റ്റർബ്ഡ് ആയി. ഫോർഗിവ് മീ പാക്കനാരെ, ഫോർഗിവ് മീ, എന്നോട് ക്ഷമിക്കുക അല്ലെ, എന്നോട് ക്ഷമിക്കൂ, ഞാനല്ലേ വൈഫിനോടുള്ള ആ ഒരു ദേഷ്യത്തിലല്ലേ അങ്ങനെ ചെയ്തതാണ്. ദ റിതം ഹാസ് ഗോൺ റോങ് സംവെയർ അല്ലെ, എന്റെ താളം എവിടെയോ തെറ്റി അല്ലെ, എന്റെ ജീവിതത്തിന്റെ താളം എവിടെയോ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കൂ. കലയോടുള്ള അല്ലെ ഭ്രാന്ത് കാരണം എന്റെ ജീവിത താളം അല്ലെ എവിടെയോ പിഴച്ചു. ദ സ്റ്റഡീഡ് ഫുഡ് വർക്ക് ഗോസ് റോങ്. സോ അല്ലെ, ഞാൻ പഠിച്ച ആ ഒരു ഫുഡ് വർക്ക് അല്ലെ, ആ ഒരു കാൽവേലകൾ അല്ലെ, ആ ഒരു കാൽപ്പാടുകൾ അല്ലെ, എന്റെ കാല് അടി എവിടെയോ പിഴച്ചു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡാർക്ക് ക്ലൗഡ്സ് വിൽ ദി ലൈറ്റഡ് സ്പേസസ് വിത്തിൻ മീ അല്ലെ, ഇരുട്ടിന്റെ മേഘങ്ങളല്ലേ എന്റെ ഉള്ളിലെ വെളിച്ചത്തെ പോലും അല്ലെ എവിടെയൊക്കെയോ മറക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഫോർഗിവ് മീ പാക്കനാരെ, ഫോർഗിവ് മീ. സോ എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ എന്നുള്ളതാണ്. സോ ഈ ഒരു അവസരം അല്ലെ, ഇതിന് ശേഷമായിരിക്കാം അദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത്. കാരണം അല്ല, അതിപ്പോ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പി കുഞ്ഞിരാമൻ നായരും അല്ലെ കേളുവും തമ്മിലുള്ള അതിൽ പറയുന്നുണ്ട്, ദാമുവിന്റെ കരച്ചിൽ കേൾക്കാമായിരുന്നു അല്ലെ എന്നുള്ളത്. അതായത് ഞാൻ സ്റ്റെപ്പുകൾ കയറുമ്പോൾ എന്ന്, മേലെ അല്ലെ സ്റ്റെപ്പ് കയറി മേലെ മുറിയിൽ പോയിട്ടായിരിക്കും അദ്ദേഹം സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇതാണ് പ്ലേ, ഒരു റൈറ്ററുടെ അല്ലെ ഹൃദയത്തിലെ സംഘർഷം. ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ടല്ലേ, സമൂഹത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തി ആയിരിക്കുമ്പോൾ അല്ലെ, ഒരു ഫാമിലി ഉണ്ടാവുമ്പോൾ ആ ഒരു സ്ട്രഗിൾ എന്താണ്, രണ്ടും കൊണ്ടുപോകാൻ പറ്റാത്ത അല്ലെ ഒരു അവസ്ഥ. സോ അങ്ങനെ 29-ാം വയസ്സിൽ അദ്ദേഹം സൂയിസൈഡ് ചെയ്യുകയാണ്. Now we have finished this chapter, and in the next class we will meet again with a new chapter.